ബിഗ് ഫൈറ്റ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള കൊല്ലത്താണ്. കൊല്ലത്ത് ഇവിടെ എത്തുമ്പോൾ നല്ല മഴയാണ്. അതുകൊണ്ട് നമ്മളൊരു ഗ്രൗണ്ടിൽ നിന്ന് പരിപാടി ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കടപ്പാക്കട സ്പോർട്സ് ക്ലബിലേക്ക് മാറ്റേണ്ടി വന്നു. പക്ഷേ ഈ മഴയൊന്നും കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിനെ തെല്ലും ശമിപ്പിച്ചിട്ടില്ല. കാരണം അതിശക്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നണികൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് കൊല്ലത്ത് നാം കാണുന്നത്. ബിഗ് ഫൈറ്റിൽ ഇന്ന് എന്നോടൊപ്പം അതിഥികളായി എത്തിയിട്ടുള്ളത് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ AK ഹഫീസ് നമ്മോടൊപ്പം ഉണ്ട്. LDFനെ പ്രതിനിധീകരിച്ച് ചിന്താ ജെറോമാണ്. മുൻ യുവജന കമ്മീഷൻ ചെയർമാനൊക്കെയായിരുന്ന CPMന്റെ തീപ്പൊരി നേതാവ് എന്ന് പറയാവുന്ന ചിന്താ ജെറോമാണ് എന്നോടൊപ്പം ഉള്ളത്. കൂടാതെ പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ബോറിസ് പോൾ എന്നോടൊപ്പമുണ്ട്. കൊല്ലത്തെ പ്രശ്നങ്ങൾ പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹഫീസ്, 30 വർഷമായി നിങ്ങൾ അധികാരത്തിലില്ല. 25 കൊല്ലമായി കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് നിങ്ങൾക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് പരിഹരിച്ചിട്ടാണോ ഇക്കുറി നിങ്ങൾ അംഗം കുറിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, മുൻകാലങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് വലിയ മുന്നൊരുക്കത്തോടുകൂടിയാണ് UDF ഇതിനെ നേരിടുന്നത്. അത് ഏകദേശം കഴിഞ്ഞ 1 വർഷക്കാലമായി തന്നെ, അല്ലെങ്കിൽ 2 വർഷക്കാലമായി ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു മുന്നൊരുക്കം, അതെല്ലാ തട്ടിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മാറ്റി. പലപ്പോഴും LDF ഭരണത്തിൽ വരുന്നത് തമ്മിൽ ചില അഭിപ്രായങ്ങൾ വ്യത്യാസം വരും. ചില സ്ഥാനാർത്ഥികൾ ചില ഡിവിഷനുകളിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണ വരാറുണ്ട്. പക്ഷെ അതിലൊക്കെ ഒഴിവാക്കി എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി, ഒരു ടീം സ്പിരിറ്റോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, ടീം സ്പിരിറ്റ് ഉണ്ട് എന്നതിന് തെളിവ് എന്താണ്? തെളിവ് ഇനിയുള്ള ദിവസങ്ങൾ കാണാൻ കഴിയും. കാരണം ഇന്നിപ്പം സ്ക്രൂട്ടിനി കഴിഞ്ഞു. 24-ാം തീയതിയോടുകൂടിയാണ് പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഒരു ഡിവിഷനിൽ UDFനെ പ്രതിനിധീകരിച്ച് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ നിരവധി ഡിവിഷനുകളിൽ റിബൽ ശല്യങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. മത്സരിക്കുന്നത് പലപ്പോഴും UDFിലെ ആളുകൾ തമ്മിൽ തന്നെ മത്സരിക്കാറുണ്ട്. ആ മത്സരങ്ങളെല്ലാം ഒഴിവാക്കി ഈ അഴിമതിയുള്ള നിറഞ്ഞ ഈ ഭരണം ജനങ്ങളെ സംബന്ധിച്ചോളം ജനവിരുദ്ധ ഒരു പ്രാദേശിക സർക്കാരിനെ ഒഴിവാക്കി ജനോപകാരപ്രദമായ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സർക്കാർ, ഒരു പ്രാദേശിക സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ജനവികാരത്തിനനുസരിച്ച് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നോക്കൂ, LDFിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷി LDF വിട്ട് UDFിൽ വന്നത് നിങ്ങൾക്ക് ഗുണമുണ്ടാവുകയല്ലേ ചെയ്തത്? ഓരോ തെരഞ്ഞെടുപ്പിലും സീറ്റ് കുറയുകയാണ് ചെയ്തത്. ഒരിക്കലുമല്ല. അത് ഒരു തെരഞ്ഞെടുപ്പോ 2 തെരഞ്ഞെടുപ്പോ കൊണ്ട് മാത്രം അതിനെ കണക്കാക്കാൻ കഴിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് RSPയുടെ രംഗപ്രവേശനം. RSPയുടെ രംഗപ്രവേശനം കൊണ്ട് സ്വാഭാവികം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇനിയും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും. അതിനോടൊപ്പം തന്നെ അടുത്ത സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനം വരുമല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്നുള്ള സംശയവുമായി. ശരി ചിന്ത, ഈ കഴിഞ്ഞ കുറെ നാളുകളുടെ LDFന്റെ ഒരു കുത്തകയാണ് കൊല്ലം എന്ന് പറയുന്നത്. ഇങ്ങനെ കുത്തകയാക്കി വെക്കുമ്പോൾ പോലും നിങ്ങൾ അത്ര സ്ട്രോങ് പൊസിഷനിലൊന്നുമല്ല. അതായത് ചെറിയ സീറ്റിന്റെ വ്യത്യാസത്തിലൊക്കെ നിങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണയാണ് കുറെ കൂടി നല്ലൊരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തുടരാൻ പറ്റുമോ? 25 കൊല്ലം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവില്ലേ LDFനെ? ഞങ്ങള് ജനങ്ങളോട് ഇത്തവണ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ LDF കൊല്ലം കോർപ്പറേഷനിൽ നടത്തിയ വികസനം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനൊരു മുദ്രാവാക്യം, അതായത് LDF തുടരും നാട് വളരും എന്ന മുദ്രാവാക്യമാണ്. അങ്ങനൊരു മുദ്രാവാക്യം വയ്ക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്ത വികസനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ള നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ വലിയ തോതിലുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറ്റവിചാരണ ഉൾപ്പെടെയുള്ള പരിപാടികൾ പ്രതിപക്ഷം സംഘടിപ്പിച്ചു. അപ്പം അതിലവർ പറയുന്നത് 30 വർഷത്തെ അഴിമതി ഭരണം എന്നാണ്. അത് സഞ്ചരിച്ചുകൊണ്ട് സംസാരിച്ചത് കൊല്ലത്തിന്റെ ബഹുമാനായ MP ശ്രീ NK പ്രേമേന്ദ്രനാണ്. അപ്പൊ ഈ 30 വർഷമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ ഞങ്ങൾക്കൊപ്പം നിന്ന വർഷത്തെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ 30 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ താൻ ഉൾപ്പെടെ നിന്ന ഘട്ടം, തന്റെ പാർട്ടി ഉൾപ്പെടെ നിന്നിരുന്ന ഘട്ടത്തെ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കൊല്ലത്തിന്റെ MP അത്തരത്തിലൊരു പ്രതിഷേധം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കൊല്ലം കോർപ്പറേഷന്റെ വികസനം എന്ന് പറയുന്നത് ഈ നാടിന് ബോധ്യമായിട്ടുള്ള വികസനമാണ്. അത് വെറുതെ ഒന്ന് കൊല്ലത്തൂടെ യാത്ര ചെയ്താൽ തന്നെ നമുക്കറിയാം. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കൊല്ലമല്ല ഇപ്പോൾ മാറ്റത്തിന്റെ എല്ലാം ഒരു തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ളത്. മാറ്റമുണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് 3 പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാലയളവല്ല. ഒരു മുന്നണിക്ക് തുടർച്ചയായ ഭരണം കിട്ടിയാൽ കൊല്ലം ഇങ്ങനെ മാറിയാൽ മതിയോ? അല്ല, വലിയ തോതിൽ മാറിയിട്ടുണ്ട്. അതായത് പഴയ കൊല്ലവും പുതിയ കൊല്ലവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഇപ്പൊ വി പാർക്ക് ആയാലും, ആശ്രാമം ലിങ്ക് റോഡ് ആയാലും, ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായാലും, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും, എത്രയോ വർഷത്തെ മാലിന്യ കൂമ്പാരമായിരുന്ന കുരീപ്പുഴ ചണ്ടിടിപ്പോ
സുഗന്ധം പരത്തുന്ന ഉദ്യാനമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ IT പാർക്ക് വരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും 3000-ൽ പരം തൊഴിൽ നൽകാൻ ജോബ് ഫെസ്റ്റും ജോബ് ഫെയറും നടത്തിക്കൊണ്ട് കഴിയുന്നു. സ്കിൽ ടെക്, ദീപങ്ങൾ പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശപ്പ് രഹിത നഗരമായി ഗുഡ് മോർണിംഗ് കൊല്ലം 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ കൊല്ലം എന്ന് പറയുന്ന ഒരു ഇടം, അല്ലെങ്കിൽ കൊല്ലം എന്ന് പറയുന്ന നഗരം എന്ന് പറയുന്നത് എത്രയോ ചരിത്രാതീത കാലം മുതൽ പ്രസിദ്ധമായ പ്രദേശമാണ്. ചിന്നക്കടയായി എന്ന് മാറുന്നതുമെല്ലാം നമുക്കറിയാം. അപ്പം കൊല്ലത്തിന്റെ ആ ഒരു സവിശേഷതയെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ വികസനം, നമുക്ക് കണ്ടറിയാൻ കഴിയുന്ന വികസനമാണ്. അപ്പം ഇതുവഴി ഒന്ന് ചുറ്റി വന്നാൽ കൊല്ലത്തെ എല്ലാ നിവാസികൾക്കും കൊല്ലത്തുണ്ടായ മാറ്റം, വികസനം നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നു. അപ്പോൾ ആ വികസനങ്ങളുടെ തുടർച്ച ഇനിയും ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും. ആ ഒരു അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ശരി, ഈ കൊല്ലം എന്ന് പറയുന്നത് അധ്വാന വർഗത്തിന്, വർക്കിംഗ് ക്ലാസ്സിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ്. സാധാരണക്കാരാണ് കൂടുതൽ. പിന്നെ പരമ്പരാഗത വ്യവസായങ്ങളുടെ ഒരു ഈറ്റില്ലം എന്ന് പറയാം കൊല്ലം. ഇവിടെ വികസന പ്രശ്നങ്ങളില്ല എന്നാരും പറയില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ മാറ്റവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കൊല്ലത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ ഭരണം? എൻ്റെ പ്രധാന സംഗതി കൊല്ലത്തെ നഗരവാസികളുടെ ആശങ്കകൾ ഈ രാഷ്ട്രീയ കക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു സംഗതി, നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഈ നേതാക്കന്മാരും ഭരണാധികാരികളും സന്ദർശനം നടത്തും കാര്യങ്ങൾ പഠിക്കാനായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ നഗരാസൂത്രണം എങ്ങനെ ആകരുത് എന്ന് പഠിക്കാൻ കൊല്ലത്ത് വരണമെന്നാണ് ഇപ്പം സ്ഥിതി. എങ്ങനെ ആകരുത് എന്നുള്ളത്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി കൊല്ലം ചിന്നക്കട കൊല്ലത്തിൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം ഈ ഇപ്പോൾ നിലവിലുള്ള ഓവർബ്രിഡ്ജ് വന്നതിന് ശേഷവും അതിന് മുമ്പുള്ള ചിന്നക്കട ഇവിടുത്തെ ആളുകളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എങ്ങനെ ഈ നഗരാസൂത്രണം പതറിപ്പോയെന്നും അതുകൊണ്ടുണ്ടായ ഓവർബ്രിഡ്ജ് വേണ്ടിയിരുന്നില്ല, ആ ഓവർബ്രിഡ്ജ് വേണ്ടിയിരുന്നില്ല, ആ ഡിസൈൻ മാറ്റണമായിരുന്നു. ഈ ഡിസൈൻ ഇങ്ങനെ ആയതോടുകൂടി കുറെ തുരുത്തുകൾ ചിന്നക്കടയിൽ രൂപപ്പെട്ടു. ഒരു സെന്റിന് 1 കോടി രൂപ വില വരുന്ന മൂല്യമുള്ള കൊല്ലത്തിന്റെ ഹൃദയഭാഗം അവിടെ ഇങ്ങനെ ഒരു ഓവർബ്രിഡ്ജ് പണിഞ്ഞു വെച്ചപ്പോൾ നിരവധി തുരുത്തുകൾ ചിന്നക്കടയ്ക്കകത്തുണ്ടായി. എന്ന് മാത്രമല്ല, ചിന്നക്കടയിലെ കച്ചവടക്കാർക്ക് നമ്മൾ കസ്റ്റമേഴ്സിനെ കിട്ടാത്ത രീതിയിൽ അങ്ങോട്ട് ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് കടകളിൽ കയറാൻ പറ്റാത്ത രീതിയിൽ കച്ചവടം മൊത്തത്തിൽ തകർന്നു. മെയിൻ റോഡിലെ കച്ചവടങ്ങളെല്ലാം തകർന്നു. എത്രയോ വ്യാപാരികളും വ്യവസായികളും പണി നിർത്തിയിട്ട് പോയി. കച്ചവടം അല്ല, അവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രധാനപ്പെട്ട പല കടകളും പൂട്ടിപ്പോയി. അറിയപ്പെട്ടിരുന്ന പല സ്ഥാപനങ്ങളും ഇപ്പൊ ഇല്ല. ആ ഓവർബ്രിഡ്ജിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആ കൊല്ലം ചിന്നക്കടയുടെ ഹൃദയത്തിനെ തകർക്കുന്ന ഡിസൈനാണ്. മാത്രമല്ല, പില്ലറിൽ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ അടിയിലെങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്യാമായിരുന്നു. ഇതൊരു ചൈനീസ് വാൾ പോലെ കെട്ടി നിർത്തി ചിന്നക്കടയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ കൊല്ലത്തുകാർക്ക് ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് സ്ഥാനം വാങ്ങിക്കാൻ പോകാൻ പറ്റാത്ത രീതിയിൽ ആ ചിന്നക്കടയെ നശിപ്പിച്ചു. ആ ഓവർബ്രിഡ്ജ് വരുന്നതിന് മുമ്പുള്ള ചിന്നക്കടയും ഇപ്പോഴത്തെ അനാഥമായി കിടക്കുന്ന പ്രേതഭൂമി പോലുള്ള ചിന്നക്കടയും നോക്കിയാൽ അറിയാം ഈ ആസൂത്രണത്തിലെ തകരാറ്. അതിന് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളെ അങ്ങനെ ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇത് ആസൂത്രണം ചെയ്ത ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഇതിന് കുറ്റക്കാരാണ്. അത് മാത്രമാണോ പ്രശ്നം? ചിന്നക്കട അവിടെ തുടങ്ങുകയാണ്. അവിടെ തുടങ്ങിയാൽ ഇവിടെ ഇപ്പം നമ്മുടെ LDFന്റെ നേതാവ് പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികൾ കൊല്ലത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പദ്ധതി, പക്ഷെ എല്ലാം ആരംഭശൂരത്വമായിട്ടാണ് കാണുന്നത്. തുടങ്ങി വെക്കും, പക്ഷെ അതിന്റെ ഒരു ഫോളോ അപ്പ് ഇല്ല, അത് നശിച്ചു പോകും. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പൊ കൊല്ലത്ത് ഒരു നിരവധി കുറെ പാർക്കുകൾ ഉണ്ടാക്കി. തങ്കശ്ശേരി മുതലെടുക്കാം. തങ്കശ്ശേരി ബ്രേക്ക് വാട്ടറിൽ ഒരു പാർക്ക് ഉണ്ടാക്കി. ആദ്യത്തെ ഒരു മാസം ജനങ്ങളുടെ പ്രളയമായിരുന്നു അങ്ങോട്ട്. കാര്യം കൊല്ലത്ത് ബീച്ചല്ലാതെ വേറൊന്നും കാണാനില്ലാത്തൊരു സ്ഥലമാണ് കൊല്ലം. ഈ ബ്രേക്ക് വാട്ടറിന്റെ പാർക്ക് ഉണ്ടാക്കിയപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി കൊല്ലത്തെ ആളുകളെല്ലാം തങ്കശ്ശേരിയിലേക്ക് പോകാൻ തുടങ്ങി. ആ പാർക്ക് ഇന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതിന് തൊട്ടടുത്ത് ഡച്ച് കോട്ട, പൈതൃക സമ്പത്താ കൊല്ലത്ത്. അതിന്റെ ഡച്ച് കോട്ടയുടെ ചേർന്ന് അടുത്ത പാർക്ക് ഉണ്ടാക്കി, ബിഷപ്പ് ജെറോം പാർക്ക്. അവിടെ ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പൊ ആകെ തിരിഞ്ഞു നോക്കുന്നത് ഒരു വി പാർക്ക് മാത്രമാണ്. ആ വി പാർക്കിൽ ആളുണ്ട്, അത് സത്യം തന്നെയാണ്, അത് വിജയകരമായി. ഈ ചിന്നക്കടയിലെ ഈ തുരുത്തുകൾ പോലെ ഒരു സാംബശിവൻ തുരുത്തുണ്ട് അവിടെ, സാംബശിവൻ സ്മാരകമായിട്ടുണ്ടാക്കിയ, അത് അദ്ദേഹത്തിന് പോലെ അപമാനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഉപയോഗം ഇല്ലാതെ നടക്കുകയാണ്. പ്രസ് ക്ലബിന്റെ മുമ്പിൽ പ്രസ് ക്ലബിന് ഒരു തുരുത്തുണ്ട്. ആ പ്രസ് ക്ലബിന്റെ അവിടെ അവരുടെ കുറച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനല്ലാതെ അത് ഉപയോഗശൂന്യമായി പോയി ആ വസ്തു. അങ്ങനെ ചിന്നക്കടയിലെല്ലാം മുറിഞ്ഞു കുറെ തുണ്ട് ഭൂമികൾ കിടക്കുക. അപ്പൊ പിന്നെ അതിനുശേഷം ആശ്രാമത്ത് തങ്ങളുകുഞ്ഞ് മുസ്ലിയാരുടെ സ്മാരകമായിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കി. അവിടെ ഇപ്പൊ പാമ്പും അണലിയൊക്കെയാണെന്നാണ് പറയുന്നത്. അണലിയെ പിടിച്ചിട്ടെന്ന് പറയുന്നത്, ആളുകൾ കയറുന്നില്ല.
ഇങ്ങനെ കൊല്ലത്തുണ്ടാക്കിയ പാർക്കുകളെല്ലാം തുടങ്ങി വെച്ചപ്പോൾ വലിയ ഉദ്ഘാടനവും ഏറ്റവും അവസാനം എന്റെ ഓർമ്മയിൽ കളക്ടറേറ്റിന്റെ നേരെ മുമ്പിൽ കൊട്ടാരക്കുളം ഗണപതി അമ്പലത്തിന്റെ കൂടെയുള്ള കുളത്തില് ആ കുളത്തിന്റെ കരയിലെല്ലാം നല്ല മനോഹരമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കി ആ കുളത്തിൽ ഒഴുകുന്ന ചെടികളുള്ള സംവിധാനം, അതൊക്കെ ഒഴുകി നടക്കുന്ന ഒരു ഗാർഡൻ പോലെയൊക്കെ സൃഷ്ടിക്കാനൊക്കെ തുടങ്ങി. ഇന്ന് അങ്ങോട്ട് ഇന്ന് നോക്കണം, ഇന്ന് ആ കുളം മുഴുവൻ പായൽ പിടിച്ചു, ആ കെട്ടിത്തിരിച്ച സാധനങ്ങളെല്ലാം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ വികസനത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഇപ്പൊ കൊല്ലത്തുകാർക്ക് ഉല്ലസിക്കാൻ ഇന്ന് ബീച്ച് മാത്രമാണ് ഉള്ളത്. ഈ മാലിന്യ സംസ്കരണത്തിൽ സുഗന്ധം മാലിന്യ സംസ്കരണത്തിനോട് ഞാൻ എത്തിയില്ല. ഞാനിപ്പോ ഈ ഉല്ലാസത്തിന് വേണ്ടി കൊല്ലംകാർ പോകുന്ന പാർക്കുകളുടെ സ്ഥിതി ഇത്. കാര്യം എല്ലാം തുടങ്ങി വയ്ക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നില്ല, നശിച്ചു പോവുകയാണ്. കൊല്ലം ബീച്ചാണ് ആകെ ഇപ്പൊ ജനങ്ങൾ ചെന്ന് ഒരു ഞായറാഴ്ചയോ ശനിയാഴ്ചയോ വൈകുന്നേരങ്ങളിൽ പോകുന്നത്. ആ ബീച്ച് വൃത്തിയാക്കാൻ ജർമ്മനിയിൽ നിന്ന് ഒരു യന്ത്രം കൊണ്ടുവന്നെന്ന് പറയുന്നത്. ആ യന്ത്രം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അത് യന്ത്രം വലിച്ചു കൊണ്ടുപോകാനുള്ള വാഹനമില്ല. അപ്പൊ ആ ബീച്ച് നമ്മുടെ ജനങ്ങൾ വൃത്തികേടാക്കുന്നുണ്ട്, പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അത് വൃത്തിയാക്കാനുള്ള സംവിധാനം ഫലപ്രദമായി നടക്കുന്നില്ല. അതിന് തുടർന്ന് പിന്നെ അങ്ങോട്ട് വരുമ്പോഴാണ് മാലിന്യ സംസ്കരണത്തിന്റെ വിഷയം. പണ്ട് മാലിന്യം എടുത്തുകൊണ്ട് പോകുന്നൊരു സംവിധാനം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല. ഫ്ളാറ്റിലുള്ളവരൊക്കെ ഇത് ഹരിതകർമ്മസേന ഇല്ല. ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യം മാത്രമാണ് വന്നെടുക്കുന്നത്. അതിനൊരു വളരെ ആക്റ്റീവായി ഹരിതകർമ്മസേന അല്ല, ഞാൻ പറഞ്ഞ ഫുഡ് വേസ്റ്റ്, ഫ്ളാറ്റുകളിലേക്ക് ഫുഡ് വേസ്റ്റ് ഒന്നും ഹരിതകർമ്മസേന എടുക്കത്തില്ല. അവര് പ്ലാസ്റ്റിക് മാലിന്യമാണ് എടുക്കുന്നത്. അതിനൊരു തുക അടയ്ക്കണം. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ മാലിന്യങ്ങൾ ഈ റോഡുകളിലെല്ലാം കൊണ്ട് ആളുകൾ ഇപ്പോഴും രഹസ്യമായിട്ട് ഉപേക്ഷിക്കുന്നുണ്ട്, വണ്ടിയിൽ കൊണ്ടുപോയി എറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തെ ചിന്നക്കടയിലെ റൌണ്ടിൽ പോലും 8-10 പട്ടികൾ ക്യാമ്പാണ്. കൊല്ലത്ത് എവിടെ ചെന്നാലും പട്ടികളാണ്. ആശ്രാമ മൈതാനത്ത് വോക്ക് വേയിലൂടെ ആളുകൾ നടക്കണമെങ്കിൽ പട്ടിയെ സൂക്ഷിച്ച് നടക്കാവൂ. ആശ്രാമ മൈതാനത്ത് അകത്ത് മാത്രം എത്ര പട്ടികളാണെന്നറിയും. അവിടെ എല്ലാം മാലിന്യം കൊണ്ടുവന്ന ആളുകൾ തെള്ളുന്നുണ്ട്. പട്ടി ഒരു ദേശീയ പ്രശ്നമാണ്. ആ ദേശീയ പ്രശ്നമാണ്. പക്ഷേ ഈ മാലിന്യം തെള്ളുന്നതാണ് അത് കൂടുതൽ രൂക്ഷമാക്കുന്നത്. അപ്പൊ അങ്ങനെ മാലിന്യ സംസ്കരണത്തിനും കൃത്യമായ ഒരു നടപടിയൊന്നും ഇവിടെ ഇല്ല. ശരി ഹാഫിസ്, ഈ നിങ്ങളുടെ കുറ്റപത്രത്തിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ? ഞാൻ പറയും. പ്രധാനമായിട്ട് വിഷയം നമ്മുടെ ഡോക്ടർ ചിന്താ ജെറോമിയോട് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, കൊല്ലം നഗരത്തിൽ ഈ കഴിഞ്ഞ ഒരു 30 വർഷക്കാലമായി വലിയ വികസനം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വികസനം പറഞ്ഞത് നമ്മുടെ ലിങ്ക് റോഡ് നമ്മൾ സംസാരിക്കുന്നത് കൊല്ലം കോർപ്പറേഷന്റെ ഭരണത്തെ സംബന്ധിച്ചാണ്. ലിങ്ക് റോഡിനെ കുറിച്ചൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് സമയത്താണ് ലിങ്ക് റോഡിന് രൂപവും ഭാവവും ഒക്കെ നൽകിയതും. അന്നത്തെ കൊല്ലം ഡെവലപ്മെന്റ് അതോറിറ്റി ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഞാനും കുറച്ചുനാള് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനായിരുന്ന ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് അന്ന് ലിങ്ക് റോഡിനൊക്കെ രൂപം കൊടുത്തതും ഭാവം കൊടുത്തത്. അതുപോലെ തന്നെ മറ്റേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, സാധാരണ ജനങ്ങൾ ഒരു മിനിറ്റ്, ലിങ്ക് റോഡ് കോർപ്പറേഷനിലല്ലേ? കോർപ്പറേഷന്റെ കീഴിൽ ഗവൺമെന്റ് പ്രോജക്റ്റാണ്. ഞാൻ ചോദിക്കുന്നത്, സാധാരണഗതിയിലൊരു പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചുള്ള ഒരു പ്രാദേശിക സർക്കാരാണല്ലോ നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ. ആ കോർപ്പറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നാട്ടിലെ ജനങ്ങൾക്ക് മാലിന്യം സംസ്കരിക്കുവാൻ, മാലിന്യം ശേഖരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള. ധാരാളം ഫ്ളാറ്റുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നാൽ എല്ലാ ദിവസവും നിരവധി ഫ്ളാറ്റുകൾ ഞാൻ സന്ദർശിക്കാറുണ്ട്. എല്ലാവരുടെയും ഒരു ചോദ്യം, ഇവിടെ ഇപ്പം ഹരിതകർമ്മസേനയെ സൂചിപ്പിച്ചു. ഹരിതകർമ്മസേന എത്തുന്നത് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ മാത്രമാണ്. അല്ലാത്ത ഖരമാലിന്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റുകളും എല്ലാം ശേഖരിച്ചു കൊണ്ടുപോകാൻ ഒരു സംവിധാനമില്ലെന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു ഭാഗമാണിത്. കൊല്ലം തോടിന്റെ കരകളിൽ നിറഞ്ഞു കിടക്കുന്ന, ഇത് 5 ഫോട്ടോസ് ഉണ്ട് ആ പ്രദേശത്തുള്ള. കൊല്ലം തോടിന്റെ കരകളിൽ കൊണ്ട് തള്ളുക. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു ഭാഗത്ത് നിന്ന് കോർപ്പറേഷന്റെ ജീവനക്കാർ വന്ന് നിന്ന് നീക്കിക്കൊണ്ടുപോകുന്നുണ്ട് കുറച്ച്. അത് എവിടെ കൊണ്ട് കളയുന്നു? പലപ്പോഴും ഇത് ചെയ്യുന്ന രാത്രികളുടെ യാമങ്ങളിൽ ആശ്രാമം മൈതാനത്ത് കൊണ്ട് കുഴിച്ചിടുക. പലപ്പോഴും ഇതെവിടെയും ശേഖരിച്ച് എവിടെയും അതിനൊരു പ്രധാനപ്പെട്ട വിഷയം പരത്തുന്ന സ്ഥലം ചിന്ത പറഞ്ഞ സുഗന്ധം. അത് ഭയങ്കര സുഗന്ധം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. 13 ഏക്കറോളം സ്ഥലമാണ് അവിടെ പല കാലഘട്ടങ്ങളിലായി ഗവൺമെന്റ് ഏറ്റെടുത്ത് വില വാങ്ങിയ വസ്തുവുണ്ട് അതിനകത്ത്. അതൊക്കെ വാങ്ങിയ ശേഷം ബയോ മൈനിങ് എന്ന് പറഞ്ഞ് ഏകദേശം 8 കോടി രൂപ അങ്ങനെ നഷ്ടപ്പെട്ടു. ഇതൊക്കെ പറയുമ്പോഴും ഇതൊന്ന് സംസ്കരിക്കണ്ടേ? 2010 ഇപ്പോഴും മണ്ണിട്ട് കുഴിച്ചുകൂടുകയാണ്. 2010 നടന്നത് 4 കോർപ്പറേഷൻ, 5 കോർപ്പറേഷനിലാണ് കേരളത്തിലുള്ളത്. അതിൽ 4 കോർപ്പറേഷനുകൾ രാജസ്ഥാനിലെ ഒരു കമ്പനിക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങാനുള്ള അവസരം കൊടുത്തു. ട്രയൽ റൺ നടത്താൻ കഴിഞ്ഞില്ല. നിസ്സാര കാര്യമല്ല. പക്ഷേ ഈ ബ്രഹ്മപുരത്ത് വന്ന സോണ്ട ഇവിടുന്ന് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. സോണ്ട എന്ന് പറഞ്ഞ കമ്പനി ബ്രഹ്മപുരത്ത് ഒഴിവാക്കി വിടുകയാണ്. ഇവിടെ വന്ന് 4 സ്ഥലത്ത്, ഇവിടെ ഉൾപ്പെടെ മാത്രമല്ല, അന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംവിധാനമായതുകൊണ്ട് അവരത് ഏറ്റെടുത്തില്ല. 4 സ്ഥലങ്ങളിൽ നിന്ന് രാജസ്ഥാനിലെ കമ്പനികൾ ഇത് ഏറ്റെടുത്തു. ട്രയൽ റൺ നടത്താൻ അന്ന് മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനാണ്.
അദ്ദേഹം ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ സൂചിപ്പിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. ശ്രീ PK ഗുരുദാസനാണെന്നത് MLA എന്ന നിലയിൽ അത് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഒരു ട്രയൽ റൺ പോലും നടത്താൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. അതെല്ലാം തുരുമ്പെടുത്ത് ആക്രി വിലയ്ക്ക് തൂക്കി വിറ്റു. 55 ഓട്ടോറിക്ഷ, അന്ന് 50 ഡിവിഷനുകളാണ്. 50 ഡിവിഷനുകളിൽ 55 ഓട്ടോറിക്ഷ മാലിന്യം ശേഖരിക്കാൻ വേണ്ടി പുതിയത് വാങ്ങി. അവസാനം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞാനും അന്ന് കൗൺസിലറൊക്കെ ആയിരുന്നു, ഞങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവായ, നിവൃത്തിയില്ലാതെ തൂക്കി വിറ്റു, ആക്രി വിലയ്ക്ക് തൂക്കി വിറ്റ സാഹചര്യം ഉണ്ടായി. ഒരു ദിവസം പോലും ഉപയോഗിക്കാൻ പറ്റിയില്ല. അത് മാത്രമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഒരു കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തെരുവ് വിളക്ക് കൊടുക്കുക എന്നുള്ളതാണ്. തെരുവ് വിളക്ക് പരിപാലനത്തിൽ തികഞ്ഞ പരാജയമാണെന്ന് മാത്രമല്ല, ഓരോ വർഷം കഴിയുന്നവരും പുതിയ പുതിയ കോൺട്രാക്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ കൊല്ലം ചിന്നക്കട, ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചിന്നക്കട ഓവർബ്രിഡ്ജ്, നമ്മുടെ ഏറ്റവും ചിന്നക്കട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രൗഢിയോടുകൂടി നിന്നൊരു പ്രദേശം. കൊല്ലത്തിന്റെ മുഖമായിരുന്നു. കൊല്ലത്തിന് അവിടെ കാണുന്ന അതാണ് മണിമേടയൊക്കെ കാണിക്കുന്നത്. ആ മണിമേടയിൽ ആ അടിപ്പാതയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ദയനീയമായി. ഇപ്പൊ ഞാൻ പറഞ്ഞ അവിടെ തെരുവുവിളക്ക് പരിപാലനത്തിൽ ഇന്നും ഈ നിമിഷം ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ചിന്നക്കടയിൽ പോയി പരിശോധിക്കാം. ആ ലൈറ്റ് അണഞ്ഞിട്ട് എത്ര മാസമായി, കത്തിക്കാൻ കഴിയുന്നില്ല. അതൊരു ചിന്നക്കട മാത്രമല്ല, എവിടെ നോക്കിയാലും ആ നിൽക്കുന്ന ഏത് പ്രദേശത്ത് കടന്നു ചെന്നാലും. അതുപോലെ തന്നെയല്ലേ അവിടെ ചൈനീസ് വൻമതിൽ സ്ഥാപിച്ചതോടി ചിന്നക്കട എന്ന് പറയുന്നൊരു ചത്തുരം, പഴയ കാലഘട്ടത്തിൽ ചിന്നക്കട എന്നറിയപ്പെടുന്നത്, ഇപ്പൊ ചിന്നക്കട ഇല്ലാതായി. അതോടുകൂടി അദ്ദേഹം സൂചിപ്പിച്ച, ഞാനും ആ ഒരു ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഒട്ടുമിക്ക സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. അത് പ്രത്യേകിച്ച് പായ്ക്കട റോഡിലും ചിന്നക്കടയിലെ മെയിൻ റോഡിലും ഒരു സ്ഥാപനത്തിലും ഇന്ന് വേണമെങ്കിൽ പായ്ക്കട റോഡിൽ ഫുട്ബോൾ കളിക്കാൻ കഴിയുന്ന സ്ഥിതിയായ ഒരു 11 മണിക്ക്. പഴയ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, പഴയ കാലത്ത് നടന്നു നീങ്ങാൻ കഴിയുമായിരുന്നില്ല. അത്രയധികം ബിസിനസ് നടന്നതിന് ശേഷം ആ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ബിസിനസ് മറ്റിടത്തേക്ക് മാറിയിട്ടുണ്ടാവില്ലേ? അതുകൊണ്ട് മാത്രമല്ല, കാരണം ആളുകൾക്ക് ടൗണിലോട്ട് വരാനും അതിന് വാഹനം പാർക്ക് ചെയ്യാനൊന്നും കഴിയുമായിരുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന വി പാർക്കില്ലേ, ആ വി പാർക്കിന്റെ മുകളിലുള്ള അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയെടുത്തതും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. അന്ന് അവിടെ ശരിയായിട്ടുള്ള ഫ്ലൈ ഓവർ ആക്കി മാറ്റിയതുകൊണ്ട് തന്നെയാണ് അവിടെ എല്ലാ സൗകര്യങ്ങളോടുകൂടി അവിടെ നമുക്ക് വി പാർക്കാക്കി മാറ്റാം. അതുപോലെ എത്രയോ കാര്യങ്ങൾ കൊല്ലം ചിന്നക്കടയിൽ റെയിൽവേ ബോർഡ് അനുവാദം കൊടുത്തിട്ടുണ്ട്. റെയിൽവേ ബോർഡിന് അനുമതി കൊടുത്തതാണ് അവിടെ ഫ്ലൈ ഓവർ ഉണ്ടാക്കാൻ. അന്ന് ഇനിയും ചെയ്യാൻ കഴിയുന്നത് അവിടെ ഒരു ഫ്ലൈ ഓവർ, റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഫ്ലൈ ഓവർ ആരംഭിച്ച് കോൺവെന്റ് സ്കൂളിനടുത്ത് വരെ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയാൽ ഇതിനടിയിൽ മുഴുക്കെ വി പാർക്കിനേക്കാളും നഗരത്തിൽ വരുന്ന മുഴുവൻ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാൻ അവസരമുണ്ടാകും. എല്ലാ കച്ചവട സ്ഥാപനങ്ങളും തിരിച്ചു വരും, നഗരം പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മറ്റൊന്ന്, അതിനോടൊപ്പം മറ്റേ ഈ നായശല്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചില്ലേ. നായശല്യം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലും, ഇന്ന് പല വീട്ടിലും എന്നോട് പരാതി പറഞ്ഞവര് പലരും സൂചിപ്പിച്ചത്, കുട്ടികളെ വാഹനത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട് വരെ ഇവരാരെങ്കിലും പോയി നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നായ കടിക്കുക. അതിന്റെ പ്രധാന കാരണം അറവുശാലയില്ല. 10 വർഷമായി, നിങ്ങളൊന്ന് ആലോചിക്കണം, 10 വർഷമായി അടച്ചുപൂട്ടിയിരിക്കുന്നു. ഈ ഇത്തരത്തിലുള്ള വികസനമല്ലേ ഇവിടെ നടക്കുന്നത്? 10 വർഷം കൊണ്ട് അറവുശാല പൂട്ടിയിട്ടു. അറവുശാലയിലേക്ക് വാങ്ങിച്ച പ്ലാന്റ്, ആ ബയോഗ്യാസ് പ്ലാന്റ് എവിടെ പോയി? അതും തകർന്ന് തരിപ്പണമായി. ഓരോ പ്രാവശ്യവും കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലുള്ള പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഈ പദ്ധതി പണം ഉപയോഗിക്കുമ്പോൾ ശാസ്ത്രീയമായ പരിശോധനയില്ലാതെ ഇതെങ്ങനെ നടക്കും, എങ്ങനെ വിജയിക്കും എന്ന് പരിശോധിച്ചുകൊണ്ടല്ല ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ MG പാർക്കിനെ സംബന്ധിച്ചല്ല, നമ്മുടെ കൊല്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നഗര പരിസര പ്രദേശത്ത്, പ്രത്യേകിച്ച് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ബീച്ചിലും, കൊച്ചിലാമൂട് ബീച്ച്, അതിനോട് MG പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം, അത് അടച്ചു പൂട്ടിയിട്ട് എത്ര വർഷമായി? അതിനൊക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ട്? പ്രവർത്തിക്കുന്നില്ല എന്ന് സമ്മതിക്കണ്ടേ? പ്രവർത്തിക്കുന്നില്ല, അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. ചിന്ത ഈ മാലിന്യ പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ ബയോമൈനിങ് പോലുള്ള പരിപാടി അശാസ്ത്രീയമാണ്, അതെല്ലാവരും നിർത്തലാക്കണം, പകരം മാലിന്യത്തിൽ നിന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബ്രഹ്മപുരത്തിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷെ കൊല്ലത്ത് നടപ്പാക്കിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ വായിച്ചൊരു വാർത്ത, കൊല്ലത്ത് കോർപ്പറേഷന്റെ ഏതൊരു പഴയ കെട്ടിടം നവീകരിക്കുകയാണ്, അതിന്റെ കട്ടിളയൊക്കെ ഉദ്യോഗസ്ഥർ അടിച്ചുകൊണ്ട് പോയി നാട്ടുകാർ ബഹളം ഉണ്ടാക്കുന്ന ഒരു വാർത്ത ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്ഥലമാണോ കൊച്ചി കോർപ്പറേഷൻ? കൊല്ലം അല്ല, താങ്കളുടെ ചോദ്യത്തിൽ കുറച്ച് 2-3 തവണയായിട്ടൊരു ദുരുദ്ദേശം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് സുഗന്ധം പരത്തുന്നതിനെ കുറിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ പാനലിസ്റ്റുകൾ മറന്നുപോയാലും മീഡിയ വണ്ണിന്റെ ആങ്കർ എന്ന നിലയിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, സതുദ്ദേശത്തോടു കൂടി ആവാം. പക്ഷേ ഞാൻ എന്തായാലും ഒരു അഭിപ്രായം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മീഡിയ വണ്ണിന്റെ കൊല്ലത്തെ റിപ്പോർട്ടറുണ്ട് ലിജു. നാളെ ലിജോ ഫ്രീ ആണെങ്കിൽ ഞാൻ കൂടെ വരാം. അപ്പൊ ഞങ്ങളിപ്പം വോട്ട് ചോദിക്കാൻ വീടുകളിലൊക്കെ കയറേണ്ട സമയമാണ്, എന്നാലും കുറച്ച് സമയം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ട് കൂടെ വരാം.
പ്രതിപക്ഷ പാർട്ടികളിൽ ആർക്കെങ്കിലും കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും വരാം. കുരീപ്പുഴ പഴയ ചണ്ടി ഡിപ്പോ നിന്ന സ്ഥലം എന്തുമാത്രം സമരമാണ് ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. അവിടെ ഒരു സംശയവും വേണ്ട, അവിടെ പൂങ്കാവനമാക്കി. ഇപ്പോൾ ഇതാ അവിടെ IT പാർക്ക് വരാൻ പോകുന്നു. അതൊരു ഐതിഹാസികമായ മാറ്റമാണ്. പക്ഷേ ഈ ചണ്ടി പാർക്ക് വേറെ സ്ഥലത്തേക്ക് മാറിയില്ലേ? അവിടെ മറ്റൊരു സ്ഥലത്തല്ലേ ബയോമൈനിങ് നടക്കുന്നത്? ഞാൻ പറയട്ടെ, എത്ര വർഷമായി അവിടെ കുന്നുകൂടി കിടന്നിരുന്ന വേസ്റ്റ്, അത് ഈ പറയപ്പെടുന്ന 25 കൊല്ലോ 30 കൊല്ലോ അല്ല, 19 കൊല്ലമായി അവിടെ കൂടിക്കിടന്ന വേസ്റ്റിനെ മുഴുവൻ ബയോമൈനിങ്ങിലൂടെ എടുത്ത് അത് മുഴുവൻ നീക്കം ചെയ്ത് അവിടെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഞങ്ങളുടെ ധനകാര്യമന്ത്രി കൊല്ലംകാരനാണല്ലോ ബാലോപാൽ സഖാവ് എപ്പോഴും പറയുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാനുള്ള സാമൂഹിക പരിസരം കിട്ടുന്ന വിധത്തിലേക്ക് ആ പ്രദേശത്തെ സുന്ദരമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് നിങ്ങളിപ്പോ ഇത് ചോദിക്കുമ്പോൾ ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ കൊല്ലത്ത് മാലിന്യം ഒരു വലിയ പ്രശ്നമായിട്ടുണ്ടോ എന്ന് നിഷ്പക്ഷരായ മനുഷ്യരോട് ചോദിക്കണം. കൊല്ലത്ത് അതൊരു പ്രശ്നമായിട്ടില്ല. തെരുവ് നായ്ക്കൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. തെരുവ് നായ്ക്കളുടെ അക്രമമേറ്റ എത്ര കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തു? ഒരുപാട്. എവിടെ? കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തു. കൊല്ലത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം. ഞാൻ ഈ കൊല്ലത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ ശീതീകരിച്ച ABC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുന്നത് മുതൽ തെരുവുനായി പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അജയ്, മാലിന്യങ്ങളെ 2 തലമാക്കി മാറ്റി ഹരിതകർമ്മസേന എന്ത് ഇഫക്റ്റീവായിട്ടാണ് കൊല്ലത്ത് പ്രവർത്തിക്കുന്നത്. പിന്നെ ബോറിസ് വക്കീല് കുറച്ചധികം പാർക്കുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട് വി പാർക്കിന്റെ പ്രവർത്തനം. മറ്റു പല പാർക്കുകളും അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ സൂചിപ്പിക്കാത്തത് കൂടിയായിട്ടുള്ള കൊല്ലത്ത് ആരംഭിച്ചിട്ടുള്ള പാർക്കുകളെ പറ്റി പറഞ്ഞു. അതിന്റെ മെയിന്റനൻസ് എന്നുള്ളൊരു വിഷയമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചൊരു ആശങ്ക എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രേക്ക് വാട്ടർ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ തള്ളിക്കയറ്റമായിരുന്നു അങ്ങോട്ടെന്നുള്ള യാഥാർത്ഥ്യവും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ അവിടെ കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ കടൽ അടിച്ചു കയറിയ സമയത്ത് അവിടെ ഉണ്ടായ ചില പ്രതിസന്ധികളുണ്ട്. അതൊക്കെ സാങ്കേതികമായ പ്രതിസന്ധികളാണ്. അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ ഭാഗമായി കൊല്ലത്തുണ്ടായ വികസനത്തെ കണ്ണടച്ചിരുട്ടാക്കരുത്. എനിക്ക് അത്ഭുതമുണ്ട്, ചിന്നക്കടയുടെ പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് ഹഫീസിക്കായെ പോലെ ഒരാൾ എങ്ങനെ പറയും? ഹഫീസിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കൊല്ലത്ത് ഇങ്ങനെ വളരെ സജീവമായി നിന്നിട്ടുള്ള ഹഫീസിക്കായെ പോലെ ഒരാൾ ചിന്നക്കടയുടെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പോരിന് വേണ്ടി അങ്ങനെ ഒരു അസത്യമായ കാര്യം പറയാൻ പാടില്ല. ചിന്നക്കടയുടെ ഒരു പ്രതാപവും നഷ്ടപ്പെട്ടിട്ടില്ല. ഏറ്റവും കൃത്യമായിട്ട് നമുക്കറിയാം, പൊന്മാൻ എന്ന് പറഞ്ഞ പുതിയ ചലച്ചിത്രം പുറത്തു വരുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും കൊല്ലത്തിന്റെ വികസനത്തെ പറ്റിയും കൊല്ലത്തിന്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊന്മാൻ സിനിമയിൽ ചിത്രീകരിക്കുന്നത് ചിന്നക്കടയാണോ? പിന്നെ ചിന്നക്കട കാണിക്കുന്നുണ്ട്. കൊല്ലത്തിന്റെ പാട്ട് തന്നെ അതിനകത്തുണ്ടല്ലോ. അപ്പൊ കൊല്ലത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് അസത്യവും നുണയുമായിട്ടുള്ള കാര്യമാണ്. ചിന്നക്കട ഇപ്പൊ വികസനം നടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ഇടങ്ങളും ഉണ്ടാകണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനൊക്കെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഫ്ലൈ ഓവർ പില്ലറിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നാണ് ഇവർ പറയുന്നത്. അല്ല, അതിപ്പോ അവർക്ക് ആർക്കൊക്കെ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. പക്ഷേ കൊല്ലത്തിനകത്ത് വലിയ തോതിലുള്ള വികസനം ഉണ്ടായിട്ടുണ്ട്. ആ വികസനത്തെ കണ്ണടച്ചിട്ടാക്കാൻ കഴിയില്ല. ഈ പറയുന്ന ഈ തെരുവുനായ ശല്യം ഇല്ലേ ഇവിടെ? മാലിന്യത്തിൽ നിന്നാണ് തെരുവുനായ ശല്യം ഉണ്ടാവുന്നത്. അങ്ങനെ തെരുവുനായ ആക്രമണം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണോ കൊല്ലം കോർപ്പറേഷൻ? തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുണ്ട്. അത് കൊല്ലത്തെ ഹൃദയഭാഗമായ ചിന്നക്കടയിലെ റൗണ്ടില് പകൽ സമയം വൈകുന്നേരം ചെന്നാൽ അതിനകത്ത് തെരുവ് നായ്ക്കളുണ്ട്. ഈ ആശ്രമ മൈതാനത്തെ തെരുവ് നായ്ക്കളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. കളക്ടറേറ്റിനകത്ത്, ഞാൻ അഡ്വക്കേറ്റാണ്, കോടതികളെല്ലാം കളക്ടറേറ്റിനകത്താണ്. കളക്ടറേറ്റിനകത്ത് തെരുവ് നായ ശല്യം വളരെ രൂക്ഷമാണ്. തെരുവ് നായ 2 പേരെ കളക്ടറേറ്റിനകത്ത് കടിച്ചിട്ട് ആ നായെ തല്ലിക്കൊന്ന സംഭവം ഒരു 6 മാസത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഈ നേരത്തെ പറഞ്ഞ കണക്ക് മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണെന്ന് പറയാം. ഇപ്പൊ ഈ ചിന്നക്കടയെ കുറിച്ച് എന്തായാലും UDFന്റെ പ്രതിനിധി ചിന്നക്കടയുടെ ആശങ്ക പങ്കുവച്ചു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, പ്രതാപം നഷ്ടപ്പെട്ടു എന്നുള്ളത് അതിന്റെ ആ ഡിസൈനിൽ വന്ന പാളിച്ചയാണ് ഈ തുണ്ട് ഭൂമികളായി മാറിയത്. അതുമൂലവും പിന്നെ ഈ കച്ചവടം ഇല്ലാതായി എന്നുള്ളതും, പ്രമുഖ കച്ചവടക്കാരൊന്നും ഇപ്പൊ അവിടെ ഇല്ല, എല്ലാവരും പൂട്ടിപ്പോവുകയാണ്. അതൊരു വാസ്തവമാണത്. പക്ഷെ എന്റെ ഒരു ചോദ്യം, ഈ UDFന്റെ പ്രതിനിധി ഈ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ ഇവർ ഈ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഈ ഫ്ലൈ ഓവർ ഡിസൈൻ ചെയ്തപ്പോഴും, കാര്യം കോർപ്പറേഷനകത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉണ്ട്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇവർക്കും ഒരു ഉത്തരവാദിത്വമില്ലേ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ? അവരിതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ? ഒരു നല്ല സമരം കൊല്ലത്ത് കാഴ്ചവെച്ചിട്ടുണ്ടോ? ഇതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ടോ? ഇനി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ച് വന്നാൽ
അവർ ഈ ചിന്നക്കട എന്താക്കി മാറ്റും എന്നുള്ളതിനെ കുറിച്ച് അവർ പറയണം. അല്ലാതെ നമ്മളൊരു ചർച്ചയിൽ ആശങ്ക പങ്കുവെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ശരി, അതൊരു കാര്യം. പിന്നെ ചണ്ടി ഡിപ്പോയുടെ കാര്യം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ചണ്ടി ഡിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ അവിടെ ചെന്ന് നോക്കിയാൽ മനോഹരമായ ഒരു മൈതാനമാണ്, ആശ്രാമ മൈതാനം പോലെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു വലിയ കാര്യം ഞാൻ ഇവിടെ പലർക്കും അറിയാത്തൊരു കാര്യം പറയാം. ഹൈക്കോടതിയിലെ അഷ്ടമുടി കായലിന്റെ കേസ് നടക്കുന്ന വേളയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൊല്ലത്തെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സബ് ജഡ്ജ് ഒരു പരിശോധന നടത്തി അഷ്ടമുടി കായലിലെ മാലിന്യവും പരിസര പ്രദേശങ്ങളിൽ. അന്ന് ഈ ചണ്ടി ഡിപ്പോയിൽ ഈ പരിസരത്തുള്ള ഒരാൾ പറഞ്ഞ് ചണ്ടി ഡിപ്പോ കിടക്കുന്ന സ്ഥലം നോക്കണം, വളരെ മനോഹരമായിട്ട് മൈതാനം പോലെ നിരത്തിയിട്ടിരിക്കുകയാണ്, ഭംഗിയായിട്ട് കിടക്കുകയാണ്. അവിടെ ഒരു പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റും ഉണ്ട്. പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് തമിഴ്നാട്ടിൽ എവിടെയോ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കിയിട്ട് ഈ മൈതാനം പോലെ മണ്ണ് നല്ല വെള്ള മണൽ പോലെ കിടക്കുന്ന അവിടെ കിടക്കുന്ന ഒരു JCB വെച്ച് മാഡം ആ ജഡ്ജിനോട് ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞ, മാഡം ഇവിടെ ഒന്ന് കുഴിക്കാവോ, 1 മീറ്റർ ഒന്ന് കുഴിക്കാവോ, ഇതിന്റെ അടിയിൽ മുഴുവൻ ഈ ഏക്കർ കണക്കിനുള്ള ഭൂമിയുടെ താഴെ മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ലയിച്ചു പോവില്ല. അങ്ങനെ അവിടെ നിന്ന് JCB വരുത്തി കുഴിച്ചപ്പോൾ 1/2 മീറ്റർ താഴെ ചെന്നപ്പോൾ അടിക്ക്, അതായത് വളരെ കട്ടിക്ക് പ്ലാസ്റ്റിക്കാണ് താഴോട്ട്. ആ മൈതാനത്തിലെല്ലാം അത് പ്ലാസ്റ്റിക് പെട്ടെന്ന് കൊണ്ടുവന്ന് ഈ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയാണിത്. പക്ഷെ ഇത് ഉദ്യോഗസ്ഥർ ഈ തെറ്റായ പ്രവൃത്തി ചെയ്യുമ്പോൾ ഭരണാധികാരികൾ ആ അഷ്ടമുടി കായലിന്റെ തീരത്താണ് ഈ ചണ്ടി ഡിപ്പോ. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഇവിടെ കിടന്ന് പ്ലാസ്റ്റിക്കിന്റെ അംശം കായലിലേക്ക് അരിഞ്ഞിറങ്ങിയാൽ ഇതിന്റെ മൈക്രോൺസ് മത്സ്യത്തിലും ചെല്ലാം, ആ മത്സ്യം നമ്മുടെ ഉള്ളിൽ ചെല്ലാം, പിന്നെ ആ വെള്ളം അത് പല രീതിയിൽ ചെല്ലാം. അങ്ങനെ ഇത് വലിയൊരു വളരെ രൂക്ഷമായ ഒരു മാലിന്യ പ്രശ്നമുണ്ട്. പക്ഷെ ഇതിലൊന്നും ഈ ഭരണകക്ഷിയെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ പ്രതിപക്ഷം ഇതൊന്നും കണ്ടിട്ടില്ല, സമരം ചെയ്തിട്ടില്ല, അതിനൊരു പരിഹാരമൊന്നും. ഏതായാലും അഡ്വക്കേറ്റ് ബോറിസ് പോൾ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ട് കൊല്ലം കോർപ്പറേഷനിൽ. പക്ഷേ പ്രതിപക്ഷം എന്തെടുക്കുകയായിരുന്നു? ഒരു സമരം ചെയ്തോ? ചിന്നക്കടയിൽ ഫ്ലൈഓവർ വന്നപ്പോൾ അതിന്റെ ഡിസൈൻ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം. ഇതേ ചോദ്യങ്ങൾ ജനങ്ങൾക്കുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അത് പ്രേക്ഷകരിലേക്ക് പോകാം. ചോദിച്ചോ. കൊല്ലം കോർപ്പറേഷന്റെ കഴിഞ്ഞ കാല വികസനത്തെക്കുറിച്ച് ഇവിടെ പറയുണ്ടായി. യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവം ഈ കൊല്ലം കോർപ്പറേഷനുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം എന്ത് വികസനമാണ് ഇവർ ചെയ്തതെന്ന്. കൊല്ലത്തിന്റെ ഹൃദയഭാഗമായ ചിന്നക്കടയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയാം. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന്. ഇന്ന് ആ അവസ്ഥയാണോ? ആ കൊല്ലത്ത് അതിന്റെ ഇപ്പോൾ ഈ പാലം ചിന്നക്കടയുടെ പ്രശ്നം ബോറിസ് പറഞ്ഞു. അതിന്റെ കാര്യം ആ ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ പ്രതിപക്ഷം എന്തെടുക്കുകയായിരുന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതെ, പ്രതിപക്ഷം എന്തെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡിസൈൻ ഉണ്ടാക്കി ഭരണപക്ഷത്തിരുന്നവർ ഇവിടെ പ്രതിപക്ഷം സമരം ചെയ്യുകയുണ്ടായി. അത് യാതൊരു ഡിസൈൻ ചെയ്തത് അത് ശരിയല്ലെന്ന് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട് പറയുകയും ചെയ്തു. അത് വളരെ യഥാർത്ഥത്തിൽ ആ ഫ്ലൈഓവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് നേരെ കൊണ്ടുവന്ന് നമ്മളെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കൊണ്ടുവന്ന് വിടണമായിരുന്നു. ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? അത് സാധാരണക്കാരന് ചിന്തിച്ചു നോക്കും. ബസ് സ്റ്റാൻഡ് തൊട്ട് തേവള്ളി വരെ കൊണ്ടെത്തിക്കുന്ന പാലം എന്ന് പറഞ്ഞ് അവർ ചെയ്തു വെച്ചാൽ കോടിക്കണക്കിന് രൂപ അതിനകത്ത് നഷ്ടപ്പെടുത്തിയ. ഇതൊക്കെ സാധാരണക്കാരൻ നികുതി കൊടുക്കുന്ന പൈസയല്ലേ? നിങ്ങൾ ഇവിടെ വികസനം എന്ന് പറയുന്നു. കളക്ടറേറ്റ് തൊട്ട് താലൂക്ക് ഓഫീസ് വരെ ഇന്ന് ഓടിക്കൂടെ ഞാൻ വന്നതാ. അവിടെ മൊത്തം കുഴിയും കുണ്ടും വെള്ളയട്ടമ്പലം. ഇതിനൊന്നും ഈ കൊല്ലം കോർപ്പറേഷനുള്ള ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പറയാനുള്ളത്. ചിന്ത അല്ല, ഒരിക്കലും അല്ല. അദ്ദേഹം ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സദസ്സിൽ മുഴുവൻ പ്രതിപക്ഷത്തിന്റെ ആളുകളാണ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അങ്ങനെ വരും. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷരായ നമ്മുടെ ഓഡിയൻസ് വിചാരിക്കും കൊല്ലം കോർപ്പറേഷനിൽ ജനവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത്. ഇവര് തങ്ങി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അല്ല, വോട്ടർമാരാണ്, പക്ഷേ നിഷ്പക്ഷമായ വോട്ടർമാരല്ല. LDF വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അവർ ചോദിക്കും. ചിന്ത പറഞ്ഞോളൂ, തുറന്നു. അതെ, ശരി ശരി. അതെ, കൊല്ലം കോർപ്പറേഷനിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വോട്ടർമാരാണ്. അപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്തവരും ഉണ്ട്. അപ്പം അതിനകത്ത് അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾ സമരം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു നിഷ്പക്ഷമായ ചോദ്യമായി ഉയർന്നു വന്നില്ല എന്നുള്ളത് ഇത് കാണുന്ന വളരെ സാധാരണമായ ഓഡിയൻസിന്റെ മുമ്പിലേക്ക് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. കാരണം ചില ചർച്ച കഴിയുമ്പോൾ ചിലർ പറയും, അല്ല അവിടെ ഇരുന്ന ഓഡിയൻസ് മുഴുവൻ നിങ്ങൾക്കെതിരെയാണല്ലോ സംസാരിച്ചതെന്ന്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ചാനൽ ചർച്ചകൾ കേന്ദ്രീകരിച്ച് ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവന്ന ആ ഗ്രൂപ്പിന്റെ ഭാഗമായി ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ആ പൊതുബോധമല്ല കൊല്ലത്തിന്റെ പൊതുബോധം എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുക. പക്ഷേ പ്രശ്നമുണ്ട്, ഈ പറയുന്ന ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്. ഏതാണ്? ചിന്നക്കടയുടെ പ്രശ്നം. ചിന്നക്കടയെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ആശങ്കയ്ക്കും വകയില്ല. കൊല്ലത്തെ ഏറ്റവും സുന്ദരമായ നഗരങ്ങൾ എടുത്തു നോക്കിയാൽ ആ നഗരങ്ങളിൽ ഒന്നായി കൊല്ലം നിൽക്കുകയാണ്. കൊല്ലത്തിന്റെ ആ മണിമാളികയും കൊല്ലത്തിന്റെ വികസനവും
നമുക്ക് വളരെ നിസ്സംശയം പറയാൻ സാധിക്കും കൊല്ലത്തിന്റെ നഗരം ഏറ്റവും സുന്ദരമായ വികസനമായി തന്നെ നിൽക്കുകയാണ്. അതിനകത്തങ്ങ് ഒരു തർക്കവുമില്ല. നമ്മൾ നടത്തിയ വികസനത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിമർശിക്കണ്ടേ? അതിനുവേണ്ടി ഡിസൈൻ കൊള്ളത്തില്ല, ഡിസൈനകത്ത് ചെറിയ പാളിച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ കൊല്ലത്ത് ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. കൊല്ലത്തെ വ്യവസായികളെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ആശങ്കയും നിലവിലില്ല. കൊല്ലത്തെ വ്യവസായി സമൂഹം, കൊല്ലത്തെ നമ്മുടെ വ്യവസായ സംഘടനകളെല്ലാം കൊല്ലം മാർക്കറ്റുമായി ബന്ധപ്പെട്ടും നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള ആ ചിന്നക്കടയും ആ പ്രദേശവുമായിട്ടുള്ള കച്ചവടവും കച്ചവട സാധ്യതകൾക്കുമെങ്ങും ഒരു പോറലും ഏറ്റിട്ടില്ല. അങ്ങനെയെങ്ങും ഒരാശങ്കയും വ്യവസായികളെ സംബന്ധിച്ചില്ല. വ്യവസായികൾ നല്ല സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുക. ചിന്താചാരം ഫുള്ളി റോങ്. എന്തെന്ന് വെച്ചാൽ ചിന്നക്കട മഹത്വം എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു വാട്സപ്പിൽ ചിന്തയ്ക്ക് ഒരു ഇതിട്ട് തന്നിട്ടുണ്ട്. ചിന്നക്കടയിലെ ഫ്ലൈ ഓവറിന്റെ റെയിൽവേ ബോർഡ്, ഓഫീസിനൊക്കെ അറിയാവുന്ന റെയിൽവേ ബോർഡ് സാങ്ഷൻ ചെയ്ത ഒരു ഫ്ലൈ ഓവർ അന്ന് നിങ്ങൾ പ്രസന്ന ഏണസ്റ്റും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനെ അട്ടിമറിച്ചിട്ട് റെയിൽവേ ബോർഡിന്റെ പ്ലാൻ യു കെൻ ഗോ വേണമെങ്കിൽ ഇവരെ കാണിച്ചു കൊടുക്കാം. റെയിൽവേ ബോർഡ് സാധാരണ റോഡിൽ നിൽക്കുന്ന ഒരാൾ പ്ലാൻ വരച്ചു കൊടുത്ത് റെയിൽവേ ബോർഡ് ഓക്കെ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ലെറ്റർ അത്. അപ്പൊ അതിനെ നിങ്ങൾ അട്ടിമറിച്ചിട്ടാണ് ഈ എങ്ങും എത്താത്ത ഈ മുറിമുണ്ടൻ പാലം നിങ്ങൾ ഉണ്ടാക്കി. ഫണ്ടാര് കൊടുത്തു? അല്ല, അവർ ഡു ഇറ്റ്. അവരത് അട്ടിമറിച്ചാണ് ഈ ADB ലോൺ എടുത്ത് ഈ അടിപ്പാത ഉണ്ടാക്കി വെച്ചത്. റെയിൽവേയുടെ ഫണ്ട് വേണ്ട, ഞങ്ങൾ ഉണ്ടായിക്കോളാം പറഞ്ഞു. ഓഫ് കോഴ്സ്. ഓക്കെ, ചിന്ത മറുപടി. അല്ല, അതൊന്നും അടിസ്ഥാനപരമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കൊല്ലത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും നല്ല മുഖമായിട്ട് തന്നെയാണ് ചിന്നക്കട നിൽക്കുന്നത്. ചിന്നക്കടയിൽ ഉണ്ടായിട്ടുള്ള വികസനം അത് നമുക്ക് നേരിട്ട് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് ഈ പറയപ്പെടുന്ന യാതൊരു ആശങ്കയുമില്ല. കോർപ്പറേഷൻ ചിന്നക്കടയുടെ വികസനവും കൊല്ലം കോർപ്പറേഷനിലെ എല്ലാ മേഖലയുടെയും വികസനത്തെ സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന വാദഗതികളൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമുക്ക് ചിന്നക്കട തന്നെ എടുക്കാം. ബഹുമാനപ്പെട്ട ചിന്ത ജെറോമിനോടാണ് എനിക്ക് പറയാൻ. നമുക്ക് ചിന്നക്കട തന്നെ എടുക്കാം. ഞാൻ കൊല്ലം പട്ടണത്തിൽ ജനിച്ചു വളർന്നയാളാണ്. നമ്മുടെ സപ്തതിയും കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രായത്തിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ കളിച്ചു വളർന്ന സ്ഥലമാട്ടോ ഈ കൊല്ലം പട്ടണം. കൊല്ലം പട്ടണത്തിൽ നമ്മൾ ആദ്യമായി കയറുമ്പോൾ ഒരു സ്വർണ്ണക്കട ഉണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്മി ജുവലറി. ചിന്നക്കടയിൽ വ്യവസായം വികസിച്ചതുകൊണ്ട് ഇപ്പോൾ ആ സ്ഥാപനം എവിടെ ഉണ്ടോ? രാജീസ് ഉണ്ടോ? കുമാരി ഉണ്ടോ? കൽപ്പന ഉണ്ടോ? ഇതെല്ലാം തുണിക്കടകളാണ്. രത്നമഹാൾ ഉണ്ടോ? പക്ഷെ ആ വ്യാപാരികൾക്ക് പരാതിയില്ലെന്നാണ് ചിന്ത പറയുന്നത്. സകല വ്യാപാര സ്ഥാപനങ്ങളും ചിന്നക്കടയിലെ വൻമതിൽ വന്നതോടുകൂടി ഒരു രസികനായ കവി പാടുന്നറിയോ? ചിന്നക്കടയിലെ പാലം വൻമതിലാക്കി എടുത്തു, പട്ടണ മധ്യത്തെ വാണിഭക്കാരുടെ പള്ളക്കടിച്ചൊരു നാട്. കുരിപ്പുഴയാണോ? അല്ലല്ല. ഓക്കെ, ആ കേട്ടോ, ഇത് സംഭവം ശരിയല്ലേ? ഈ വ്യാപാരികൾ അങ്ങനെയാണ് ഒരു നിവേദനം കൊടുക്കണ്ടേ കോർപ്പറേഷൻ? അവർ കൊടുത്തു, അവർ ജീവിതം മടുത്തു. ഞാൻ പറഞ്ഞോട്ടെ, കൊല്ലം പട്ടണം കഴിഞ്ഞ 30 വർഷക്കാലമായി വികസിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? വികസിക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി പാർക്ക് ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തതും നമ്മുടെ നഗരത്തിൽ ഇപ്പോൾ നഴ്സറികൾ ഉണ്ടാകുന്നതിനേക്കാൾ ആയിരക്കണക്കിന് റോസാ ചെടികളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. മനസ്സിലാക്കണം. നമ്മുടെ രഘുമുതലാളി സിനിമ നിർമ്മാതാവായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ വയലാരാമോഹൻ വേടികൾ വന്നിട്ട് വൈകുന്നേരം സവാരിക്ക് വേണ്ടി ഇറങ്ങിയിട്ട് തിരിച്ച് അദ്ദേഹം മുറിയിൽ വന്ന് ഒരു കവിത എഴുതി. ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലേ പോയത് വസന്തം, വസന്തത്തിൻ മണിത്തേരിൽ ഇരുന്നതാര്, വാസര സ്വപ്നത്തിൻ തോഴിമാരോ. ഇത് അതേ അദ്ദേഹത്തിന്റെ പാട്ടിന്റെ അവസ്ഥയാണ്. 30 വർഷത്തെ വികസനം കൊണ്ട് MG പാർക്കിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്. കൊല്ലം MG പാർക്ക്. ആരോടാണ് ചോദിക്കുന്നത്? ബഹുമാനപ്പെട്ട ചിന്താ ജെറോമിനോടാണ്. വികസനത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 30 വർഷ കാലയളവിൽ നിങ്ങൾ കോർപ്പറേഷൻ ഭരണം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആശ്രാമം മൈതാനത്ത് ഈ വേസ്റ്റ് മാലിന്യം പരായ്ക്ക് രാമായണം പാതിരാത്രി വെട്ടിമൂടുന്നു. അഴിമതിയുടെ കൂത്തിറങ്ങാണ്. സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട നിങ്ങളുടെ നേതാവ് വാസോൻ പോയതുപോലും
പത്മകുമാർ പോയതുപോലെയും പിന്നെ ഇനി പോകാൻ നിങ്ങളുടെ ഒരു പഴയ അല്ല, ഒരു അഴിമതി എന്താണ്? മന്ത്രിയുണ്ട്. അല്ല, എന്താ അഴിമതി അദ്ദേഹം എന്താ? പോയതുപോലെയും സത്യസന്ധമായ അന്വേഷണം അതൊക്കെ നടത്താൻ. ശരി. എന്താണ് നിങ്ങളുടെ അഴിമതി? നിങ്ങൾ പറയുന്ന അഴിമതി എന്താ? അഴിമതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫണ്ടുകൾ മൊത്തം വഴിമാറി ചെലവാക്കി എല്ലാം ബിനാമി പേരിലാക്കിയിരിക്കുകയാണ് പഴയ മേയർമാർ. അതായത് ഇപ്പൊ പോയ മേയർ, ഇപ്പൊ ഇരിക്കുന്ന മേയർ ഹണി ഉൾപ്പെടെ ഭരിച്ചുകൊണ്ടിരുന്ന മേയർ പിന്നെ ഏണസ് ഉൾപ്പെടെ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ വളരെ കാലതാമസമില്ലാതെ പരാതി പോയിട്ടുണ്ട്. വിജിലൻസിൽ പരാതി പോയിട്ടുണ്ട്. കാലതാമസമില്ലാതെ കൈവിലങ്ങുകൾ വെച്ച് അകത്ത് പോകുന്നത് കാണാം. ഓക്കെ, ഹഫീസ്, അങ്ങനെ അത്രമാത്രം ജനവിരുദ്ധമായ ജനപ്രിയമല്ലാത്ത ഒരു ഭരണമായിരുന്നു. വളരെ തെറ്റായിട്ടൊരു ആരോപണമല്ലേ പറഞ്ഞു. അപ്പൊ അതിന്റെ മറുപടി പറയണ്ടേ? അങ്ങനെ ഒരു അഴിമതി പറയുന്ന പോലെ അത്ര ജനപ്രിയമല്ലാത്ത അത്ര അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നിട്ട് നിങ്ങൾ എന്തെടുക്കുക? അടിസ്ഥാനരഹിതമായ ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ചിന്തവര ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 30 വർഷത്തെ കുറ്റവിചാരണ നടത്തിയപ്പോൾ ആ MP ശ്രീ NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പാർട്ടി ഞങ്ങൾക്കൊപ്പമായിരുന്നു. അപ്പൊ ഇങ്ങനെ വെറുതെ പറയാൻ വേണ്ടി അഴിമതി പറയുന്നത് ശരി, അങ്ങനെ അല്ല, ഇത് ശരിക്കും എല്ലാവർക്കും അറിയാൻ കഴിയുന്ന തുറന്നൊരു പുസ്തകമാണ് കൊല്ലം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണങ്ങളെ കുറിച്ച്. സാധാരണ അഴിമതി ആരോപണമല്ല, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കൌൺസിലുകളും വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനും 5 വർഷക്കാലം കൊല്ലം കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവായിരുന്നതാണ്. എല്ലാ കൌൺസിലുകളിലും നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയം പലതും ഒരു കൺസൾട്ടൻസി ഭരണമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്നത്. ഈ ഒരുപാട് പദ്ധതികളെ കുറിച്ചൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ഡോക്ടർ ചിന്താ ജെറോം ഇവിടെ സംസാരിച്ചു. ഒരു കാര്യം മാത്രം, യഥാർത്ഥത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ചിന്താ ജെറോം സംസാരിക്കുമ്പോൾ പൂങ്കാവനത്തെ കുരിപ്പുഴ ചണ്ടിടി പോയപ്പോ പൂങ്കാവനമാണ് എന്നൊക്കെ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ പൂങ്കാവനമാണ്. അങ്ങനെയാണെങ്കിൽ കിടന്ന നല്ല ഒന്നാന്തരം MG പാർക്ക് അങ്ങ് പൂങ്കാവനമാക്കിയാൽ പോരെ? അവിടെ പോയി ഈ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ട് ഇത് പൂങ്കാവനമാക്കി എന്ന് പറയുമ്പോൾ ഈ മാലിന്യം എവിടെ കൊണ്ട് ശേഖരിക്കണം? ഈ ശേഖരിക്കുന്ന മാലിന്യം എവിടെ സംസ്കരിക്കും? അതിനുള്ളൊരു സ്ഥലം പറയാൻ കഴിയുമോ? എന്റെ ഒരൊറ്റ ചോദ്യം, ഈ മാലിന്യം ശേഖരിക്കുന്ന മാലിന്യം എവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്നു? എവിടെ ഇത് സംസ്കരിക്കുന്നു? അതിനുള്ള സംവിധാനം. മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്, ഭരണഘടനാപരമായി തന്നെ. അതിനൊരു ഐഡിയ പോലും ഈ 30 വർഷമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്? മാലിന്യ നിർമ്മാർജ്ജനത്തിന് വളരെ മാതൃകാപരമായി കേരളത്തിലെ തദ്ദേശ വകുപ്പ് ഇടപെടുന്നുണ്ട്. ഇപ്പം കൊല്ലം കോർപ്പറേഷന്റെ മറുപടി ഞാൻ പറയാം. അതിനു മുമ്പ് എത്രയോ വലിയ പ്രശ്നം നടന്ന ബ്രഹ്മപുരം ആയാലും ലാലൂരായാലും അത്തരം വിഷയങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഉയർന്നു വരുന്നോ? ഇപ്പം നമ്മുടെ ഇവിടെ കൊല്ലം കോർപ്പറേഷനകത്ത് BPCL-ലുമായി കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. അവിടെ പ്ലാന്റ് വരുന്നു. അവിടെ വലിയ തോതിലുള്ള മാലിന്യ സംസ്കരണത്തിന് നൂതനമായ സാങ്കേതിക വിദ്യകളുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പം അതൊന്നും സംബന്ധിച്ച് യാതൊരു ആശങ്കയും കൊല്ലം ജില്ലയിലെ കൊല്ലം കോർപ്പറേഷനിലെ വോട്ടർമാരെ സംബന്ധിച്ചില്ല. വോട്ടർമാരെ സംബന്ധിച്ച് കൊല്ലത്ത് നടന്നിട്ടുള്ള വികസനം പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന ഒരു അനുഭവവേദ്യമായ ഒരു സമയത്തൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അതിനകത്ത് യാതൊരു ആശങ്കയുമില്ല. മറ്റൊന്ന്, ഞാൻ പറയുന്നത്, ഈ പറയുന്ന ചിന്താ ജെറോം പറയുന്നത് ശരിയാണെങ്കിൽ എല്ലാം ശരിയായി എന്ന് പറയും. നമ്മളെ പറഞ്ഞ പോലെ LDF വരും, എല്ലാം ശരിയാകുമെന്ന് പണ്ട് പറഞ്ഞതുപോലെ പദ്ധതി വരുന്നുണ്ട്, പ്ലാന്റ് വരുന്നുണ്ട്. ആ പ്ലാന്റ് പറയും. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്ര പദ്ധതികൾ 10 വർഷക്കാലമായി പൂട്ടിയിട്ടിരിക്കുന്ന സ്ലോട്ടർ ഹൗസ്, അതിനും ഇതുപോലെ പ്ലാന്റ് കൊണ്ടുവന്നിരുന്നു, ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവന്നു. ആ പ്ലാന്റ് അവസാനം തൂക്കി വിറ്റു. 10 വർഷം ഒരു ദിവസം പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഓർഡർ വന്നു, ഉപയോഗിക്കാൻ പറ്റില്ല. അവസാനം അത് പുറത്തായി. അത് ഇപ്പോഴും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ശേഖരിക്കുന്ന മാലിന്യം എവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട്? അങ്ങനെയാണ് ഈ പദ്ധതി പറയുകയാണെങ്കിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് 40 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. മണ്ണിനടിയിൽ ഈ പൈപ്പുകൾ കുഴിച്ചിട്ടിട്ട് കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗങ്ങൾ ഉൾപ്പെടെ കുഴിച്ചിട്ടിട്ടുണ്ട്. 6 പമ്പിംഗ് സ്റ്റേഷൻ വേണം. 6 പമ്പിംഗ് സ്റ്റേഷൻ എത്ര വർഷക്കാലം കൊണ്ട് പ്രവർത്തനം നടക്കുന്നു? ഒരു പമ്പിംഗ് സ്റ്റേഷന്റെ പകുതി പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും 5 എണ്ണത്തിന് പ്ലാൻ മാത്രമാണ് നിൽക്കുന്നത്. 6 പമ്പിംഗ് സ്റ്റേഷൻ 5. അപ്പൊ ഏത് കാലത്ത് ഇത് പൂർത്തീകരിക്കാൻ പറ്റും? ഞാങ്കടവ് പദ്ധതി 430 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത പദ്ധതി ഉൾപ്പെടെ എടുത്ത് ചെലവഴിച്ച് ഞാങ്കടവ് പദ്ധതി. സാധാരണ നമ്മളിലെ ലോട്ടറി ടിക്കറ്റ് നാളെ എന്ന് പറയുന്നത് പോലെയാണ് ഞാങ്കടവ് പദ്ധതി. നാളെ പരിഹരിക്കും എന്ന് പറയും. അടുത്ത 6 മാസത്തിനകം ഇത് കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്, നമ്മുടെ കൊല്ലം നഗരത്തിൽ 3 ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ട്. ഒന്ന് ഹൈസ്കൂൾ ജംഗ്ഷനിൽ, ഒന്ന് കോൺവെന്റിന്റെ മുന്നിൽ, പിന്നെ ഒന്ന് ഫാത്തിമ കോളേജിന് മുമ്പിൽ. അതിൽ മുകളിൽ കൂടെ ആരെങ്കിലും ഒന്ന് കയറി ഇറങ്ങുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറെ ചെറുപ്പക്കാർ അവരെ സല്ലപിക്കാൻ കയറി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ
അതിന്റെ അപ്പുറത്തേക്ക് അത് എത്ര കോടി രൂപയാണ് ഗവൺമെന്റിന്റെ അത് ആവശ്യമില്ലായിരുന്നു അവിടെ. ഒരു കാര്യമില്ലാതെ. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് ഞാനൊക്കെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലാണ് കൊല്ലത്തൊരു ആകാശപാത എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. ശക്തിയുക്തം ഞങ്ങൾ എതിർത്തത് കൊണ്ട് മാത്രമാണ് നടപ്പാക്കാതെ പോയത്. അതും കൂടെ നടപ്പായിരുന്നു ദയനീയമായ അവസ്ഥ കൊല്ലത്തുണ്ടാകും. കൊല്ലം ചിന്നക്കടയിലോട്ട് പിന്നെ മനുഷ്യൻ കയറത്തില്ലായിരുന്നു. ഇപ്പൊ തന്നെ മനുഷ്യൻ കയറുന്നില്ല. അതേ ദയനീയ അവസ്ഥ. ആ ഫുട് ഓവർ ബ്രിഡ്ജ് എല്ലാം നശിച്ചപ്പോ ഞാൻ പറയാൻ കഴിയുന്നത്, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, എന്താണ് ഭരണകക്ഷി ചെയ്തതെന്ന്. പ്രതിപക്ഷം ചെയ്തത്. ആ പ്രതിപക്ഷം ചെയ്തത് എന്ത് എന്നുള്ള ചോദ്യത്തിന് എന്റെ മറുപടി, ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ശക്തിയുക്തം എതിർത്താണ് ഈ അടിപ്പാത വേണ്ട എന്ന്. നിരവധി സമരങ്ങൾ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ ആ സമരം നടത്തി. അന്നൊന്നും ചെയ്യലിന് മാത്രമല്ല, അവസാന സ്ഥിതി ആ പാലം പൊളിച്ചിട്ട് കഴിഞ്ഞു. മനുഷ്യൻ അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. ടൗൺ ചുറ്റി വേണം കോളേജ് ഭാഗത്തേക്ക് പോകാൻ. അതിനോടൊപ്പം ഉണ്ടായിരുന്ന മണിമേടയോടുള്ള പ്രൈവറ്റ് ബസ് ബേ, ആ ബസ് ബേയും പൊളിച്ചിട്ട് മനുഷ്യൻ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. AK ആന്റണിയാണ് അവസാനം ഉള്ളതെങ്കിലും എങ്ങനെയെങ്കിലും ഈ പദ്ധതി തൽക്കാലം ആളുകൾക്ക് അപ്പുറത്ത് കടക്കാൻ കഴിയത്തക്ക വിധത്തിൽ പാലത്തിന് പൂർത്തീകരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രിയായപ്പോൾ. അന്നും കോൺഗ്രസ് എതിർത്തതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, കൊല്ലം കോർപ്പറേഷന്റെ ഭരണം UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അത് പൊളിച്ചു മാറ്റി അത് ഫ്ലൈ ഓവർ ആക്കി മാറ്റുന്ന. ബോറിസ്, കഴിഞ്ഞ ഈ ഭരണസമിതി, കോർപ്പറേഷൻ ഭരണസമിതി അധികാരമേറ്റ് ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അന്ന് ഭരണസമിതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരണസമിതിയല്ല, ആ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ 2020 തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ 8000 കുടുംബങ്ങൾക്കാണ് ഇനി വീട് വെച്ചു കൊടുക്കാനുള്ളത് കൊല്ലം കോർപ്പറേഷനിൽ നിന്നാണ്. ആ ഭവന പദ്ധതിയുടെ ഒരു പുരോഗതി എന്താണ്? ഇനിയും ഭവനരഹിതർ ഈ കോർപ്പറേഷനിലുണ്ട്? ഭവനരഹിതർ കോർപ്പറേഷനിലൊക്കെ ഉണ്ട്. ഭവനരഹിതരും ഭൂമിയില്ലാത്തവരും ഒക്കെ ഉണ്ട്. ഈ 8000 വീടിന്റെ പദ്ധതി ഏത് നിലയിലെത്തിയെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. 8000 പേര് ബാക്കിയുണ്ടെന്നാ പറഞ്ഞു. 8000 പേര് ബാക്കിയുണ്ട്. അതിന്റെ വിവരങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. LDFന്റെ പ്രതിനിധി പറയുമായിരിക്കും. ഇതിനകത്ത് എനിക്ക് അതിനു മുമ്പ് ഈ മാലിന്യ സംസ്കരണത്തിന്റെ പറഞ്ഞതുകൊണ്ട് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. നമ്മൾ ഈ ഐക്യരാഷ്ട്രസഭ സംരക്ഷിക്കപ്പെടേണ്ട കായലുകൾ എന്ന് പറഞ്ഞ് കേരളത്തിലെ 3 കായലുകളെ ലിസ്റ്റ് ചെയ്ത് റാംസാർ സൈറ്റായിട്ട്. ആ 3 കായലിൽ ഒന്നാണ് അഷ്ടമുടി കായൽ. അതിന്റെ പ്രധാന ഭാഗം കൊല്ലം കോർപ്പറേഷന്റെ അതിരുകളാണ്. ആ കായലിലേക്ക് പോകുന്ന മാലിന്യം, അതും ഇത് മാലിന്യ സംസ്കരണത്തിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റം. ആ കായലിലേക്ക് പോകുന്ന മാലിന്യം കൊല്ലത്ത് ഞാൻ 2015 മുതൽ അഷ്ടമുടി കായലിന്റെ മലിനീകരിക്കുന്നതിനെതിരെയും കയ്യേറ്റത്തിനെതിരെയും കേസ് നടത്തുന്ന ആളാണ്. ആ കായലിലേക്ക് വീടുകളിൽ നിന്നും ഡയറക്റ്റ് ലാട്രിൻ ഔട്ട്ലെറ്റ് വെച്ചിരിക്കുന്നത് എന്റെ കേസിനെ തുടർന്ന് കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറി കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ 212 വീടുകൾക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞു പൊളിക്കാൻ. 212 വീടുകൾക്ക് നോട്ടീസ് കൊടുത്തു. എന്താ, ലാട്രിൻ ഔട്ട്ലെറ്റ് ഡയറക്റ്റ് കായലിലേക്ക്, യാതൊരു സെപ്റ്റിക് ടാങ്ക് ഇല്ലാത്ത വീടുകൾ. അപ്പൊ ആ വീടുകളുടെ സ്ഥിതി നോക്കണം. ഈ വീടില്ലാത്തവരുടെ സ്ഥിതിയേക്കാളും വീടുള്ളവരുടെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. ആ 210 പേർക്ക് നോട്ടീസ്. മത്സ്യത്തൊഴിലാളികളാണോ? അല്ലല്ല, ഈ അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള പല താമസക്കാർ, അത് മത്സ്യത്തൊഴിലാളികളുണ്ട്, അല്ലാതുള്ള ജോലിക്കാരും കാണും. ഈ കായലിന്റെ തീരത്തുള്ള ഗൃഹങ്ങളിലെ കാര്യമാണ് പറയുന്നത്. ഈ 210 പേർക്ക് നോട്ടീസ് കൊടുത്തിട്ട് 4 കൊല്ലമായി. ഇതുവരെ അത് പൊളിച്ചു മാറ്റിയിട്ടില്ല. ശൗചാലയം ഇല്ലാത്ത വീടുകൾ, സെപ്റ്റിക് ടാങ്ക് ഇല്ലാത്ത, ശൗചാലയം കെട്ടിവെക്കും, അതിനകത്തുനിന്ന് പൈപ്പ് നേരെ കായലിലേക്കാണ്. അങ്ങനെ 210 വീടുകൾ കോർപ്പറേഷൻ കണ്ടെത്തി. ഈ കോർപ്പറേഷൻ കണ്ടെത്തി കോടതിയിൽ പറയണമെങ്കിൽ അത് 210 ആയിരിക്കത്തില്ല ഒറിജിനൽ കണക്ക്. അവർ കണ്ടെത്തി കോടതിയിൽ വെളിപ്പെടുത്തി കണക്കാൻ ഞാൻ ഈ പറയുന്നത് 210. അത് 4 കൊല്ലമായിട്ട് ആ 210 ഔട്ട്ലെറ്റുകൾ കട്ട് ചെയ്തിട്ടില്ല, പൊളിച്ചു മാറ്റിയിട്ടില്ല. കാരണം പൊളിച്ചു മാറ്റാൻ പറ്റത്തില്ല. രാഷ്ട്രീയക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയക്കാർക്ക് അവരുടെ വോട്ട് ബാങ്കുകളാണ് ഇതൊക്കെ. അപ്പൊ അവർക്കത് നിയമം നടപ്പിലാക്കുന്ന ചെയ്യാം. സെപ്റ്റിക് ടാങ്ക് ചെയ്യാനുള്ള പദ്ധതികളുണ്ട്, കേന്ദ്ര പദ്ധതിയുണ്ട്, സംസ്ഥാന പദ്ധതിയൊക്കെ ഉണ്ട്. അത് ചെയ്യുന്നതിന് ഈ ഉദ്യോഗസ്ഥരുടെ അലംഭാവം, ഈ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇവിടെ അനങ്ങുന്നില്ല അതിനെക്കുറിച്ച്. അതൊന്ന്. രണ്ടാമത്തത്, ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഈ കായലിലേക്ക് പോകുന്നുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രി സർക്കാരിന്റെയാണ്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ വേസ്റ്റും ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുകയാണ്, ആശ്രമത്തിലുള്ള ESI ആശുപത്രി ഡയറക്റ്റ് മെഡിക്കൽ വേസ്റ്റ് കായലിലേക്കാണ് പോകുന്നത്. കായലിന്റെ തീരത്താണ് ESI ആശുപത്രി. ആ ESI ആശുപത്രി പല പ്രമുഖ പ്രൈവറ്റ് ആശുപത്രികളുടെ മെഡിക്കൽ വേസ്റ്റ് കായലിലേക്കാണ് പോകുന്നത്. ഇതൊന്നും തടയാൻ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇവരെന്തോ പറയാൻ ചോദിച്ചു. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷം കൈയടക്കി വെച്ചേക്കുകയാണെന്ന്. ഈ കൈയടക്കി വെക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇവിടുത്തെ ജനസമ്മതിയാണ്. ഇടതുപക്ഷ സമയത്തോളം ഇടതുപക്ഷത്തിന്
കൊല്ലം കോർപ്പറേഷന് കിടക്കുന്ന ജനസമ്മതി കാരണം അവർ അധികാരത്തിൽ വരുന്നത്. അത് എന്തെങ്കിലും ചെയ്തിട്ടല്ലാതെ വരുന്നു എന്നുള്ള അഭിപ്രായം പറയാൻ സാധിക്കുമോ? പിന്നെ അഴിമതിയുടെ കാര്യമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. എന്താണ് അഴിമതി എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു അഴിമതി സ്പെസിഫിക് ആയിട്ട് പറയാൻ സാധിക്കും? ശരി, ആദ്യം ചിന്ത മറുപടി. ചിന്ത പറഞ്ഞു ചോദിക്കേണ്ടതേ ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞല്ലോ. അത് 6 മാസം പറഞ്ഞല്ലോ, കേൾക്കാം. 6 മാസം മുന്നേ 6 മാസം മുന്നേ മേയറിന്റെ ഓഫീസ് തീ കത്തി. 6 മാസം മുന്നേ മേയറിന്റെ ഓഫീസ് തീ കത്തി, ഫയലുകൾ നശിച്ചു. അല്ല, ആ വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള ഫയലുകൾ മേയറിന്റെ ഓഫീസിലുണ്ടായിരുന്നു. ആ ഓഫീസ് കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നാണ്. ഷോർട്ട് സർക്യൂട്ട് ബാക്കി കാര്യങ്ങൾ വരുന്നില്ല, പുറത്തു വരുന്നില്ല. പ്രധാനപ്പെട്ട കൊല്ലം ഫെസ്റ്റിന്റെ ഫയലുകൾ മൊത്തം കത്തി നശിച്ചു. ചിന്ത മറുപടി. ഞാനെന്ന് പറഞ്ഞോട്ടെ, എന്നോടൊരു ചോദ്യം ചോദിച്ചാണോ? ഓക്കെ. ഏറ്റവും വലിയ അഴിമതി എന്തെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ അഴിമതി എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു കൊല്ലം ഫെസ്റ്റ് നടത്തി. കൊല്ലം ഫെസ്റ്റിന് വെള്ള കുതിരയെ കൊണ്ടുവന്നു മൈസൂരിൽ നിന്ന്. കൊണ്ടുവന്നത് മോട്ടോർ ബൈക്കിലാ. അവസാനം ഓഡിറ്റുകാർ നോക്കിയപ്പോൾ മാരുതി കാറിലും ഒരു സ്കൂട്ടറിലുമായിട്ടാണ് അതിന്റെ നമ്പർ എടുത്ത് പരിശോധിച്ചപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് കൊല്ലം ഫെസ്റ്റിന് വേണ്ടി മൈസൂരിൽ നിന്നും വെള്ള കുതിരയെ കൊണ്ടുവന്നത് ഇരുചക്ര വാഹനത്തിലും മാരുതി വാഹനത്തിലുമായിട്ടാണ് കൊണ്ടുവന്നെന്നുള്ള വലിയ വിഷയം. അപ്പൊ ചെലവ് കുറവല്ലേ? അല്ല, എന്തായാലും ഒരു കാര്യം അവിടെയാണ് അതിന്റെ പ്രധാന വിഷയം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് അത്തരത്തിൽ എഴുതിയെടുത്ത്. ഒരു കുതിര എന്തായാലും സ്കൂട്ടറിനകത്ത് കയറത്തില്ല, മാരുതി വാഹനത്തിനകത്ത് കയറത്തില്ല. അപ്പൊ കൊണ്ടുവന്നിട്ട് തന്നെ ഇല്ല എന്നതായിരിക്കും ചിലപ്പം. ഇതൊക്കെ രേഖകളുണ്ടാക്കി ഇങ്ങനെ നിരന്തരമായി സ്ഥിരമായി എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നിങ്ങളുടെ ആളുണ്ടാവില്ലേ? നിങ്ങളുടെ ആളുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാവില്ല, അവർക്ക് പരിശോധിച്ചു. അവരെല്ലാം അന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ആർക്കും അറിയാമല്ലോ ഭരണത്തിൽ നടക്കുമ്പോൾ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തിന് ഇത് ചോദ്യം ചെയ്യാൻ കഴിയും, പ്രതിപക്ഷത്തിനെതിരെ ശബ്ദിക്കാൻ കഴിയും. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭരണ വിഭാഗമായിരിക്കും, ഭരണകക്ഷികളായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ചോദിച്ചു, ഇത് ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യില്ലേ എന്ന്. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച്. ചിന്ത പറയും, അഴിമതി ഉണ്ടോ? ഇവരാരോപിക്കുന്നത് ശരിയാണോ? അല്ല, വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ കുതിരയുടെ കഥ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ അമർ ചിത്രകഥയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഹഫീസുക്കായെ പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വന്നൊരു പൊതു നിങ്ങൾ എല്ലാവരും സംഘടിതമായി പറഞ്ഞപ്പോ നിശബ്ദമായി ഞാൻ കേട്ടുകൊണ്ട് നിന്നേയല്ലേ? എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനായ സഹോദര, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതിനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടല്ലേ? ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാകും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇവിടെ കേട്ടോണ്ട് നിന്നില്ലേ? അപ്പൊ അതിനുള്ള മറുപടി എനിക്ക് പറയണ്ടേ? ഒരു തെരഞ്ഞെടുപ്പല്ലേ? അപ്പൊ ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ മറുപടി കൂടി കേൾക്കണം, മറുപടി കേൾക്കണം. മനസ്സ് കാണിക്കണം. അല്ല, അതിനകത്തും അതുമായി ബന്ധപ്പെട്ട് അതെ, പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താണ് ഇതിന്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ, വളരെ തെറ്റായിട്ടുള്ള, വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുതിര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ ഒരു തമാശ ഉണ്ടാക്കുന്ന വിധത്തിലേക്കാണോ ഇതുപോലൊരു സീരിയസ് പ്ലാറ്റ്ഫോമിലെ ചർച്ച പോകേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇവിടെ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ കത്തിയാൽ അത് ഫയല് കത്തിക്കാൻ വേണ്ടിയാണെന്നുള്ള ആ ബുദ്ധി, അതെന്ത് ക്രിമിനൽ ബുദ്ധിയാ? അങ്ങനെ എന്തെങ്കിലും തെളിവ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ അന്വേഷണം നടന്നല്ലോ, ഇവിടെ പോലീസ് അന്വേഷണം നടന്നല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വെറുതെ അങ്ങ് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയാൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. 2, ഇവിടെ പറഞ്ഞു അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട കാര്യം. അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട് ദേവി ഇത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് സ്വാഭാവികമായും നമ്മുടെ ഇവിടുത്തെ പൗരന്മാർ അല്ലെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷനിലെ നിവാസികൾ എന്ന നിലയിൽ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിമർശനം വെച്ചാൽ അത് കേൾക്കാൻ തുറന്ന മനസ്സോടുകൂടി തയ്യാറാണ്. പക്ഷെ ഞാൻ പറയട്ടെ അങ്ങനത്തെ വിഷയം ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞത് പോസിറ്റീവായി നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൂടി കേൾക്കാൻ ഞങ്ങൾ സജഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇടാം. ഞങ്ങൾ അത് കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിയതാണ്. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന് പറഞ്ഞ ഒരു വലിയ പദ്ധതി കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി നമ്മൾക്ക് കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അഷ്ടമുടി കായൽ ശുചീകരിക്കാനും
അഷ്ടമുടി കായലിന്റെ മഹിമ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുമുള്ള പരിശ്രമം നടത്തി അത് വിജയിച്ച് മുമ്പോട്ട് വരികയാണ്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. ഈ അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള കടവുകൾ, അവിടെ വന്നിട്ടുള്ള നവീകരണം കഴിഞ്ഞ 70 വർഷം പറഞ്ഞല്ലോ, കഴിഞ്ഞ 70 വർഷം കഴിഞ്ഞ 70 വർഷം കൊണ്ട് ആശുപത്രിയിലെ ടോയ്ലറ്റ് വേസ്റ്റ് ഈ അഷ്ടമുടി കായലിലേക്കാണ് നിങ്ങൾ ഒഴുക്കുന്നത്. കഴിഞ്ഞ 70 വർഷം കൊണ്ട് ഇവര് മാത്രമല്ലല്ലോ, ഇവര് വന്നവരല്ല. പിന്നെ അത് കൂടെ ഒരു കാര്യം എന്ന് പറയുന്നത്, 70 വർഷം കൊണ്ട് നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് കുതിരയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ തമാശ പറയുന്നു എന്നാണ് ചിന്ത പറഞ്ഞത്. തമാശയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഓഡിറ്റ് റിപ്പോർട്ട്, അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് തമാശ എഴുതി വെക്കാൻ പറ്റുമോ? അവന്റെ ജോലി കാണുമോ? ഞാൻ ചോദിക്കുന്ന ഒരു സംശയം, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് വന്നിട്ടില്ലെന്ന് ചിന്തയ്ക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓഡിറ്റ് റിപ്പോർട്ട്, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അല്ലല്ല, പക്ഷെ ആ ആരോപണങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് അങ്ങനെ അഴിമതിയുടെ ഒരു കഥയുമില്ല. ഏറ്റവും സുതാര്യമായ പ്രവർത്തനം നടത്തുന്ന കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ ആരോപണമല്ല. ഓഡിറ്റ് റിപ്പോർട്ട് ഒരിക്കലും ഓഡിറ്റ് റിപ്പോർട്ട് ചുമ്മാ എഴുതി വെക്കുന്നതല്ല. എത്രയോ ഉദ്യോഗസ്ഥന്മാർ താഴെ തൊട്ട് അണ്ടർ കൺട്രോൾ ജനറൽ ഓഡിറ്റർ വരെ നോക്കിയിട്ടാണ് ഇത് എഴുതി പുറത്ത് പബ്ലിഷ് ചെയ്യുന്നത്. ആ പബ്ലിഷ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വെള്ളക്കുതിരയെ മൈസൂരിൽ നിന്നും കൊണ്ടുവരാൻ ഇരുചക്ര വാഹനവും മാരുതി വാഹനവും ഉപയോഗിച്ചതായി എഴുതി പണം എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഞാൻ സംശയിക്കുന്നത്, ഇവിടെ ഈ ടോയ്ലറ്റ് ഉണ്ടാക്കി. ഇപ്പൊ ടോയ്ലറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു, ഈ ടോയ്ലറ്റ് കൊല്ലം നഗരത്തിൽ ചിന്നക്കടയിൽ ബസ് ബേക്ക് തൊട്ടടുത്തുണ്ടാക്കി. ഒരാഴ്ച അത് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, അതും തൂക്കി വിറ്റ്. അഞ്ചാലും ഒരെണ്ണം കൊണ്ടിട്ട് അതും പ്രവർത്തിക്കാൻ പറ്റിയില്ല. എല്ലാ ഈ ടോയ്ലറ്റുകളിൽ നിന്ന് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ചോദിക്കട്ടെ, ഇപ്പം ജീവിക്കാനാണ് അഷ്ടമുടി, ജീവനാണ് അഷ്ടമുടി എന്ന പ്രചരണം നടത്തി. 11 കോടി രൂപയാണ് അതിനു വേണ്ടി ചെലവഴിച്ചത്. എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റി അഷ്ടമുടിയിൽ? അഷ്ടമുടി കായൽ ഇപ്പോൾ ഈ കൊണ്ടുവരുന്ന വേസ്റ്റ് എല്ലാം കൊണ്ടു തള്ളുന്ന അഷ്ടമുടിയില്ല. അഷ്ടമുടിയിൽ നിന്ന് യഥാർത്ഥത്തിൽ പോകുന്ന എവിടുന്ന? ഈ കൊല്ലം പദ്ധതി ഹഫീസൊക്കെ അംഗീകരിച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് പദ്ധതിയല്ല വേണ്ടത്, ഇവിടെ നടപ്പാക്കണം. പദ്ധതിക്ക് രൂപം കൊടുത്ത് കുറെ കൺസൾട്ടൻസിന് പൈസ കൊടുക്കാനല്ല. അധിവാസത്തെ കുറിച്ച് പറഞ്ഞു. തീരദേശത്ത് ഞങ്ങൾ പണിഞ്ഞ, നമ്മുടെ ഗവൺമെന്റ് ഉൾപ്പെടെ ഇടപെട്ട് പണിഞ്ഞ, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പണിഞ്ഞ കുളിർമ, നീലിമ ഉൾപ്പെടെയുള്ള ഫ്ളാറ്റുകൾ നിങ്ങളൊന്ന് പോയി കാണണം. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. കൊല്ലം തോടിന്റെ കരയിൽ നിന്ന് എനിക്കൊരവസരം കൊല്ലം തോടിന്റെ കരയിൽ വൃത്തിയാക്കിയാൽ 17 കോടി രൂപയുടെ പ്രോജക്ട് നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് അന്നത്തെ MLA സൂചിപ്പിച്ചു. ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടാണ് കൊല്ലത്തെ ചുമട്ടുതൊഴിലാളികളാണ്, CIT ആവട്ടെ, INTS ആവട്ടെ, എല്ലാവരും അവിടെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നത്തെ സ്ഥിതി രണ്ട് ഭാഗത്തും നല്ല പൂങ്കാവനം ഉണ്ടാക്കുമെന്നും റോഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതും ദയനീയമായ ഒറ്റ കാര്യം ഇന്നിവിടെ ബിജെപിയുടെ ആൾ വന്നിട്ടുണ്ട്. നമ്മുടെ കുളിർമ, നീലിമ തുടങ്ങിയ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിച്ച ഫ്ലാറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ബിജെപിയുടെ ആൾ വന്നിട്ടില്ല, ബിജെപിയുടെ പ്രതിനിധിയില്ല, അവർ വരാത്താണ്. എന്റെ ഒരു ചോദ്യം, കൊല്ലം കോർപ്പറേഷനിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP സ്ഥാനാർത്ഥി മുൻ തെരഞ്ഞെടുപ്പിൽ 500 വോട്ട് കിട്ടി, അത് 47 വോട്ടായിട്ട് കുറഞ്ഞു. ആ വോട്ട് കോൺഗ്രസിന് കിട്ടിയതാണ്, BJPക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ധാരണ ഇപ്പൊ ഉണ്ടോ? തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്ന അത് പറയുമ്പോഴേ BJP കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും സൂചിപ്പിച്ചാൽ ഇത് അതൊക്കെ പറഞ്ഞ് രക്ഷപ്പെടെ. ഒറ്റ ചോദ്യം, അത് നിങ്ങൾ പറയുമ്പോ ബീഹാറിൽ ഇപ്പൊ ഒരു ഇലക്ഷൻ നടന്നല്ലോ. ഒരു മിനിറ്റ്, അല്ല ബീഹാർ, നിങ്ങളിപ്പോ ബീഹാറിൽ ഇലക്ഷൻ നടന്നു. രാജ്യത്താകെ അവശേഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ ബീഹാറിൽ നിങ്ങൾക്ക് വേണ്ടി മത്സരിച്ച ഇന്ത്യയിലെ സ്കാൻഡിനേവിയൻ രാജ്യമാണ്, സംസ്ഥാനമാണ് കേരളമെന്ന് പിണറായി വിജയന്റെ കേരളം. പിണറായി വിജയന്റെ കേരളം ഇനി പറയാം. പിണറായി വിജയൻ ഇതുപോലെ
രാജ്യമാണ്, ഞാൻ ഈ രാഷ്ട്രീയം പറയാൻ സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നില്ല. ദേശമാണ് ഞാൻ കേരളത്തിൽ കേരളം. കൊല്ലമില്ലേന്നാണ് അതാണ് ചോദിക്കുന്നത്. നമ്മൾ ഞാൻ ചെയ്യുന്നത്. എന്റെ ഒരു ചോദ്യം ഇനി കൊല്ലം അങ്ങനെയാണെങ്കിൽ കുറിച്ചാണെങ്കിൽ DCC ഓഫീസിന് മുമ്പിൽ ബിന്ദു ചിന്ത- കൃഷ്ണയ്ക്കെതിരെ ചിന്ത- പോസ്റ്റർ ഒട്ടിച്ചതാരാ? ചിന്തയോട് എനിക്കൊരു ചോദ്യം. കോൺഗ്രസ്സുകാരെന്നല്ലേ? ചിന്തയോട് അപ്പോൾ എനിക്കൊരു ഇതെല്ലാം ചോദ്യം. BJP കോൺഗ്രസ് അല്ലല്ല, വാർത്തകൾ ഇതൊക്കെ വളരെ പറഞ്ഞ് നിങ്ങൾ സുന്ദരമായിട്ടുണ്ട്. അധികം നാൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ശരി, ഇത്തരം കളികൾ ഇപ്പോൾ അധികം നാൾ ഈ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ തർക്കം രൂക്ഷമാണ്, രാഷ്ട്രീയമാണ്. ഇതില് നമ്മൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ്. നമ്മൾ മാലിന്യത്തെക്കുറിച്ചും ചിന്നക്കടയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു. വിട്ടുപോയ ഒരു പ്രശ്നം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ഈ അവധിക്കാലത്ത് ടൂർ പോകുമ്പോൾ ഓരോ സ്ഥലം ചോയ്സ് ചെയ്യും. കൊല്ലം ഒരു ചോയ്സ് ആവുന്നില്ല. കാരണം നമ്മുടെ കൊല്ലത്തെ പൈതൃക സമ്പത്തുകളെല്ലാം നശിക്കപ്പെടുകയാണ്. ചീനക്കൊട്ടാരം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അത് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, കൊല്ലത്തുകാർക്ക് പോലും അറിഞ്ഞുകൂടാ. ബക്കിംഗ്ഹാം കനാല് ഇപ്പൊ ഒരു ഓടയുടെ രൂപത്തിലായി. പിന്നെ ഡച്ച് കോട്ട, ഡച്ച് സെമിത്തേരി തങ്കശ്ശേരിയിൽ, ഇതെല്ലാം ഇങ്ങനെയുള്ള പൈതൃക സമ്പത്തുകളെല്ലാം കയ്യേറ്റം മൂലവും അല്ലാതെ സംരക്ഷിക്കപ്പെടാതെ നശിപ്പിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടൂറിസം മേഖലയിൽ വളരെയധികം നല്ല പവർഫുൾ ആകേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് കൊല്ലം നഗരം. കൊല്ലം തുറമുഖം എന്ന് പറയുന്നത് ചരിത്രാതീതകാലം മുതൽ ഈ മേഘസന്ദേശത്തിൽ വരെ കൊല്ലത്തെക്കുറിച്ച് പരാമർശമുണ്ടെന്നാണ് പറയുന്നത്. ആ കൊല്ലത്ത് ഇപ്പോൾ ഒരു ടൂറിസം വികസനത്തിനുള്ള യാതൊരു സംഗതികളും ഇവരാരും അധികാരത്തിൽ വന്ന് ഉണ്ടാക്കുവോ? അല്ല, ഞാൻ പറയുന്നത് അതുപോലെ അല്ല, തന്നെ അങ്ങനെയല്ല. ഒരു മിനിറ്റ്. ടൂറിസത്തിന്റെ ഇല്ല, ഒരു മിനിറ്റ്. ഏറ്റവും മികച്ച ഇടം തന്നെയാണ് അല്ലേ, കൊല്ലം. ഒരൊറ്റ ബാക്ക്വാട്ടർ പദ്ധതി. ബീച്ചും ഞാൻ ചോദിക്കുന്ന അതുപോലെ ചോദ്യം. തന്നെ വനപ്രദേശവും മലമ്പ്രദേശവും എല്ലാം ചേർന്ന വളരെ മനോഹരമായിട്ടുള്ള കൊല്ലം സ്ഥലമാണ് കോർപ്പറേഷൻ രൂപം കൊടുത്ത് ടൂറിസം നടപ്പാക്കിയ ഡെസ്റ്റിനേഷൻ ഈ തന്നെയാണ്. കാലഘട്ടത്തിൽ കൊല്ലത്തെ CK ടൗൺ ഹാൾ, ആ ടൗൺ ഹാൾ ഉണ്ടാക്കി N തങ്കപ്പൻ കൊല്ലം മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ്. ഓരോ വർഷവും നവീകരണത്തിന്റെ പേരിൽ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് ശരി, എന്തായാലും ഒരഴിമതിയില്ല. നീറുന്ന പ്രശ്നങ്ങൾ, ഇതുവരെ നീറുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ, ദിവസമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കൊല്ലം കോർപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് അത് ജനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കും, അവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കും എന്ന് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ബിഗ് ഫൈറ്റ് കൊല്ലത്ത് നിന്ന് പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ.